السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين، حمدا كثيرا طيبا مباركا فيه. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. اتقوا الله عباد الله، اوصيكم وإياي بتقوى الله. പ്രിയമുള്ളവരെ, വിശുദ്ധ ഖുർആനിലെ 80-ാമത്തെ അധ്യായം സൂറത്തു അബസ. ആ സൂറത്തിനെ സംബന്ധിച്ചുള്ളൊരു ചെറിയ വിവരണമാണ് ഇൻഷാ അല്ലാഹ് ഇന്നത്തെ ക്ലാസ്സിലൂടെ ഉദ്ദേശിക്കുന്നത്. 80-ാമത്തെ അധ്യായം സൂറത്തു അബസ. വിശുദ്ധ ഖുർആനിന്റെ യഥാർത്ഥ സന്ദേശം എന്താണ് എന്നും അത് സ്വീകരിക്കുന്നവർക്കുള്ള ആദരവും അതിൽ നിന്ന് തിരിഞ്ഞു കളയുന്നവർക്കുള്ള നിന്ദ്യതയും ബോധ്യപ്പെടുത്തുന്നൊരു സൂറത്താണ് ഈ സൂറത്ത്. വിശുദ്ധ ഖുർആനിലെ 80-ാമത്തെ സൂറത്താണ്, അധ്യായമാണ് സൂറത്ത് അബസ. 42 ആയത്തുകളാണ് മക്കയിൽ അവതരിച്ച ഈ സൂറത്തിലുള്ളത്. നമ്മളിപ്പോൾ സാധാരണ മനസ്സിലാക്കിയതുപോലെ തന്നെ അബസ എന്ന് പറഞ്ഞാൽ അവൻ മുഖം ചുളിച്ചു എന്നാണ് അതിൻ്റെ ആശയം. മുഖം ചുളിച്ചു. ഈ സൂറത്ത് ആരംഭിക്കുന്നത് തന്നെ ഇത്തരം ഒരു പദത്തോടു കൂടിയാണ്. അബസ എന്ന് പറഞ്ഞിട്ടാണ് ഈ സൂറത്ത് തുടങ്ങുന്നത്. 1-ാമത്തെ ആയത്തിൽ അബസ എന്ന് തുടങ്ങുന്ന ഈ 1-ാമത്തെ ആയത്തിൽ ഒരു സന്ദർഭത്തിൽ ലോകത്തിന്റെ നേതാവ് ഖലീലുല്ലാഹി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങേയറ്റം അവിടുത്തെ അനുചരന്മാരോട് സ്നേഹവും കടപ്പാടും പരിഗണനയും ഒക്കെ നൽകുന്ന റഊഫും റഹീമുമായ എന്ന് അല്ലാഹു തആല വിശേഷിപ്പിച്ച സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു സന്ദർഭത്തിൽ അവിടുത്തെ മുഖം ചുളിച്ചതുമായി ബന്ധപ്പെട്ട് പരാമർശിക്കുന്നതാണ് ഇങ്ങനൊരു പേരിന് അടിസ്ഥാനം. അല്ലാഹു അലം. ഈ സൂറത്തിന്റെ അവതരണ കാരണമായി 2 സംഗതികൾ കാണാൻ പറ്റും. അല്ല, നിറയെ വിശദീകരണങ്ങൾ വന്നിട്ടുണ്ടെങ്കിലും അതിൽ പ്രധാനമായി ഇമാം തിർമിദി അദ്ദേഹത്തിന്റെ സുനനിൽ 3331-ാമത്തെ നമ്പറായി ഉദ്ധരിക്കുന്ന ഒരു ഹദീസ് കാണാം. അതിപ്രകാരത്തിലാണ്. അൻ ആയിഷത റളിയല്ലാഹു അൻഹാ ഖാലത്ത്, നമ്മുടെ ഉമ്മ ആയിഷ ബീവി പറയാണ്, ഉൻസില അബസ വതവല്ല ഫി ഇബ്നി ഉമ്മി മക്തൂമിൻ അൽ അഅമ. സൂറത്ത് അബസ എന്ന് പറയുന്ന ഈ ഒരു അധ്യായം അവതരിച്ചിട്ടുള്ളത് അന്ധനായ കണ്ണ് കാണാത്ത ഉമ്മി മക്തൂം എന്ന് പറയുന്ന അബ്ദുല്ലാഹിബിൻ ഉമ്മി മക്തൂം റളിയല്ലാഹു തആല എന്ന സ്വഹാബിയുടെ വിഷയത്തിലാണ്. അതാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫജഅല യഖൂലു യാ റസൂലല്ലാഹ് അർഷിദ്നി. ഒരിക്കൽ അദ്ദേഹം അള്ളാന്റെ റസൂലിന്റെ അടുക്കൽ വരികയും അള്ളാഹുവിന്റെ റസൂലെ എനിക്ക് വഴി കാണിച്ചു തരൂ എന്നിങ്ങനെ അവിടുത്തോട് പറയുകയും ചെയ്തു. ഹിദായത്തുൽ ഇർഷാദ്. വഇൻദ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം റജുലുൻ മിൻ ഉലമാഇൽ മുശ്രിക്കീന. ആ ഒരു സന്ദർഭത്തിൽ അള്ളാന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അരികിൽ മുശ്രിക്കുകളിൽപ്പെട്ട നേതാക്കന്മാരിൽപ്പെട്ട ഒരാളുണ്ടായിരുന്നു എന്നാണ്. അതാരൊക്കെയാണെന്നുള്ളത് ചർച്ച ഉണ്ട്. ഉമയ്യത്ത് ബിൻ ഖലഫാണ്. അങ്ങനെ തുടങ്ങി പല 3-4 ആളുകളുടെ പേരുകളൊക്കെ കാണാൻ പറ്റും. അല്ലാഹു അലം. ആ വ്യക്തി ഇസ്ലാം സ്വീകരിക്കണമെന്ന താല്പര്യത്താൽ ഫജഅല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യുഅരിദു അൻഹു വയുഖ്ബിലു അലൽ ആഖർ. അവിടുന്ന് വന്ന സ്വഹാബിയിൽ നിന്ന് തിരിഞ്ഞു കളയുകയും
ഉമ്മി മക്തൂമിൽ നിന്ന് തിരിഞ്ഞു കളയുകയും മുശ്രിക്കുകളിൽപ്പെട്ട വ്യക്തിയിൽ ശ്രദ്ധ പതിപ്പിക്കുകയും ചെയ്തു. കാരണം ഈ സംസാരിക്കുന്നത് ഉലമാ ഉൽ മുശ്രിക്കീൻ എന്നൊക്കെയാണ് തഫ്സീറിൽ കാണുന്നത്. വലിയ ആളാണ്, മുശ്രിക്കുകളുടെ കൂട്ടത്തിൽപ്പെട്ട ബഹുമാനിക്കപ്പെടുന്ന ആൾക്കാരാണ്, അതിൽപ്പെട്ട ഒരാളാണ്. അപ്പൊ അയാളോട് സംസാരിക്കുമ്പോൾ പുറത്ത് വരുന്ന സ്വഹാബിയാണ്. അപ്പോൾ ഇദ്ദേഹത്തിന് ഇസ്ലാം എത്തിക്കണം, അദ്ദേഹം അത് സ്വീകരിക്കണമെന്ന ആഗ്രഹത്താൽ ഇദ്ദേഹത്തെ സ്വഹാബിയായ അബ്ദുല്ലാഹിബിൻ മക്തൂമിനെ സംബന്ധിച്ച് നബി ഒന്ന് അശ്രദ്ധനായി. ഇതിനെ സംബന്ധിച്ച് പിന്നെ പറയണം എന്താ വെച്ചാല് ഞാൻ പറയുന്നതിൽ താങ്കൾ എന്തെങ്കിലും തെറ്റ് കാണുന്നുണ്ടോ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അയാളോട് ചോദിക്കുകയും ഫയഖൂലു ലാ, അദ്ദേഹം ഇല്ല എന്ന് പറയുകയും ചെയ്തു. ഫഫി ഹാദാ ഉൻസില. അപ്പോൾ ആ ഒരു സന്ദർഭവുമായി ബന്ധപ്പെട്ടാണ് ഈ സൂറത്ത് ഇറങ്ങിയത് എന്ന് ഇങ്ങനെ ഒരു ഹദീസ് കാണാൻ സാധിക്കും. ഇമാം തിർമിദി ഉദ്ധരിക്കണത്. ഇതിന്റെ രത്നചുരുക്കം നമുക്ക് മനസ്സിലായിട്ടുണ്ട്, നമ്മൾ പലപ്പോഴും വായിച്ചിട്ടുള്ളതാണ്. പ്രത്യേകിച്ചും അമാനിമോന്റെ തഫ്സീറിലൊക്കെ വളരെ കുറേ അധികം അത് വിശദീകരിച്ചിട്ടുണ്ട്. ഇനി ഇമാം സഅദി റഹ്മത്തുള്ളാഹി അലൈഹി കൊടുത്തൊരു തഫ്സീറാണ് ഞാൻ ഇതിന്റെ തുടക്കത്തിൽ പറയുന്നത്. ഇമാം സഅദി വിശദീകരിക്കാണ്, സബബു നുസൂലി ഹാദിഹിൽ ആയാത്തിൽ കരീമാത്ത്, ഈ പരിശുദ്ധമായ വചനങ്ങൾ ഇറങ്ങാനുള്ളൊരു കാരണം അന്നഹു ജാഅ റജുലുൻ മിനൽ മുഅ്മിനീന അഅ്മാ യസ്അലു നബിയ്യ സല്ലല്ലാഹു അലൈഹി വസല്ലം വയതഅല്ലമു മിൻഹു. മുഅ്മിനീങ്ങളിൽപ്പെട്ട കണ്ണ് കാണാത്തൊരു വ്യക്തി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിക്കാനും പഠിക്കാനും വേണ്ടി വന്നു. വജാഅഹു റജുലുൻ മിനൽ അഗ്നിയ, അദ്ദേഹം വന്ന അതേ സമയത്ത് തന്നെ സമ്പന്നനായ മറ്റൊരാൾ വന്നു. വകാന സല്ലല്ലാഹു അലൈഹി വസല്ലം ഹരീസൻ അലാ ഹിദായത്തിൽ ഖൽഖ്, അയാൾ സന്മാർഗത്തിലേക്ക് എത്താൻ വേണ്ടിയുള്ള അഗാധമായ താല്പര്യത്താൽ ഫമാല സല്ലല്ലാഹു അലൈഹി വസല്ലമ വഅസ്ഗാ ഇലൽ ഗനിയ്യിന, അദ്ദേഹം എന്ത് ചെയ്തു? ധനികനെ ശ്രദ്ധിച്ചു. വസദ്ദ അനിൽ അഅ്മാ അൽ ഫഖീർ, ദരിദ്രനായ ആ അന്ധനായ ആളിൽ തിരിഞ്ഞു കളഞ്ഞു. നബിയുടെ ഉദ്ദേശം വളരെ വ്യക്തമാണ്. അദ്ദേഹത്തിന്റെ ഇഖ്ലാസ് എന്താണ്, നിയത്ത് എന്താണ്? ഈ വ്യക്തി ഇസ്ലാം സ്വീകരിക്കണം എന്നുള്ള താല്പര്യമാണ്. ഈ സമയത്ത് റജാഅൻ ലി ഹിദായത്തി ദാലിക്കൽ ഗനിയ്യ വതമഅൻ ഫി തസ്കിയതിഹി ഫആതബഹു അല്ലാഹു ബിഹാദിൽ ഇതാബിൽ ലതീഫ്. അപ്പോൾ ദരിദ്രനായ സ്വഹാബിയിൽ നിന്ന് തിരിഞ്ഞു കളയുകയും ധനികനായ ഈ വ്യക്തി സന്മാർഗത്തിലാകാനും അദ്ദേഹത്തിന്റെ തസ്കിയത്ത് ആത്മസംസ്കരണം കിട്ടാനും നബി ആഗ്രഹിച്ചു. അൽഹംദുലില്ലാഹ്. അപ്പോഴാണ് അല്ലാഹു തആല ഫആതബഹു അല്ലാഹു ബിഹാദിൽ ഇതാബിൽ ലതീഫ്. ഈ പദം സൂക്ഷ്മമായൊരു പദമാണ്. നമ്മളൊക്കെ ചില ആൾക്കാരാണ് പറഞ്ഞിട്ടാണ് പുളിമ കയറ്റും. നബി എന്തോ തെറ്റിയതമാതിരി ആൾക്കാരോട് പറയാം. മലയാളത്തിൽ തന്നെ പല വിവരണങ്ങളൊക്കെ കാണാം, നബി എന്തോ തെറ്റിയതമാതിരിയാണ് അവതരിപ്പിക്കുക. ആ അവതരിപ്പിക്കലും തെറ്റാണ്. ഇമാം സഅദി ഉപയോഗിച്ച പദം നോക്കി നിങ്ങൾ. അപ്പോഴാണ് അള്ളാഹു ഈ ലളിതമായ സൗമ്യമായ കരുണയോടുകൂടിയ ആക്ഷേപം നടത്തിയത്. ലത്തീഫ് എന്ന് പറഞ്ഞത്. അള്ളാഹു തആല അള്ളാഹിന്റെ റസൂലിന്റെ ഫളലും ശറഫൊക്കെ ഏതൊരാൾക്കും അറിയണതാണ്. അൽഹംദുലില്ലാ. നബി എന്ന് പറഞ്ഞാൽ നബിന്റെ അനുചരന്മാരോട് കാണിച്ചിരുന്ന സഹവർത്തിത്വവും സ്നേഹവും ഒക്കെ ലോകത്ത് ഒരാൾക്കും സാധിക്കാത്തതാണ്. അള്ളാഹു തആല ഹബീബിന്റെ ഖലീലിന്റെ കൂടെ റസൂലുള്ളാഹിയുടെ കൂടെ നാളെ സ്വർഗത്തിൽ ഒരുമിക്കാൻ തൗഫീഖ് നൽകുമാറാകട്ടെ. ഇനി ഇൻഷാ അല്ലാഹ് നമുക്ക് ഈ സൂറത്തിലേക്കൊന്ന് പ്രവേശിക്കാം. ഞാനിങ്ങനെ ഓതി പോകും, അതിൻ്റെ കൂടെ അതിൻ്റെ ആശയവും പറഞ്ഞു പോകും ഇൻഷാ അല്ലാഹ്. ഇത് ഈ സൂറത്ത് കുറച്ച് 40 ആയത്തുകളുണ്ട്, 42 ആയത്തുണ്ട്. ഇന്നത്തെ ക്ലാസ് തീർക്കണം എന്നുള്ളതാണ് ഈ പോണത്. അപ്പോൾ നിങ്ങളും കൂടെ പോന്നാൽ മതി ഇൻഷാ അല്ലാഹ്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. അബസ വതവല്ലാ عبس وتولى أن جاءه الأعمى وما يدريك لعله يزكى
أو يذكر فتنفعه الذكرى أما من استغنى فأنت له تصدى وما عليك ألا يزكى وأما من جاءك يسعى وهو يخشى فأنت عنه تلهى كلا إنها تذكرة فمن شاء ذكره في صحف مكرمة مرفوعة مطهرة بأيدي سفرة كرام بررة قتل الإنسان ما أكفره من أي شيء خلقه من نطفة خلقه فقدره ثم السبيل يسره ثم أماته فأقبره ثم إذا شاء أنشره അത്ര എത്തിയിട്ട് നമുക്ക് പിന്നെ ബാക്കി ഓതാം ഇൻഷാ അല്ലാഹ്. എന്താണ് അല്ലാഹു തആല പറയുന്നത്? അബസ വതവല്ല. അബസ അവൻ, അഥവാ ഇവിടെ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് യാനി മുഹമ്മദൻ സല്ലല്ലാഹു അലൈഹി വസല്ലം, അദ്ദേഹം അവിടുന്ന് മുഖം ചുളിച്ചു. വതവല്ല, അദ്ദേഹം തിരിഞ്ഞു കളയുകയും ചെയ്തു. അദ്ദേഹം മുഖം ചുളിക്കുകയും തിരിഞ്ഞു കളയുകയും ചെയ്തു. അൻ ജാഅഹുൽ അഅമ, അൻ ജാഅഹു അവന്റെ അടുക്കൽ വന്നതിന്. ആര് വന്നതിന്? അൽ അഅമ, ആ കുരുടൻ, കണ്ണു കാണാത്ത വ്യക്തി വന്നതിന്. അതായത് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ മുഖം ചുളിക്കുകയും തിരിഞ്ഞു കളയുകയും ചെയ്തു. ആ അന്ധനായ വ്യക്തി അവിടുത്തെ അരികിൽ വന്നതിനാൽ. എന്നാൽ ഇതിനെ വിവരിക്കുന്നിടത്ത് ഇമാം സഅദി റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞു, അബസ എന്ന് പറഞ്ഞാൽ, മുഖം ചുളിച്ചു എന്ന് പറഞ്ഞാൽ ഐ ഫി വജിഹിഹി എന്നാണ്. ചുളിച്ചു എന്നത് മുഖത്തും, വതവല്ല തിരിഞ്ഞു കളഞ്ഞു എന്നത് ഫി ബദനിഹി എന്നതാണ്, ശരീരത്തിലുമാണ്. ചുളിക്ക എന്നത് എവിടെയാണ്? മുഖം ചുളിക്കുക എന്നുള്ളത് മുഖത്തും, വതവല്ല തിരിഞ്ഞു കളഞ്ഞു എന്നുള്ളത് ഐ ഫി ബദനിഹി എന്നാണ്. ബദനിഹി അത് ശരീരത്തിലുമാണെന്നാണ്. അഥവാ അള്ളാന്റെ റസൂല് മുഖം ചുളിക്കുകയും തിരിഞ്ഞു കളയുകയും ചെയ്തു എന്ന് പറഞ്ഞത് ആരെക്കുറിച്ചാണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ചാണ്. എന്നിട്ട് പിന്നെ അല്ലാഹു തആല പറഞ്ഞു, അൻ ജാഅഹുൽ അഅമ, ആ കുരുടൻ അള്ളാന്റെ റസൂലിന്റെ അടുത്ത് വന്നതിന്. തയ്യിബ്. വമാ യുദ്രീക, നിനക്കെന്തറിയാം? ഇവിടുത്തെ അഭിസംബോധന ആരോടാണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടാണ്. വമാ യുദ്രീക, നബി താങ്കൾക്ക് എന്തറിയാം? ലഅല്ലഹു, ഈ വന്ന കണ്ണ് കാണാത്ത ആരാണ് വ്യക്തി? അബ്ദുല്ലാഹി ഇബ്നു മക്തും ബറക്കല്ലാഹു ഫീക്. അദ്ദേഹം ആയേക്കും എന്ത്? യസ്സക്ക, തസ്കിയത്ത് പ്രാപിച്ചേക്കും. അതായത് നിനക്കെന്തറിയാം നബിയെ? ആ വ്യക്തി, ആ കുരുടൻ പരിശുദ്ധി പ്രാപിച്ചേക്കാമല്ലോ. എന്തിനാണ് അവിടുന്ന് അദ്ദേഹത്തെ തൊട്ട് തിരിഞ്ഞു കളഞ്ഞത്?
താങ്കളുടെ ഉപദേശം കിട്ടിയാൽ അവിടുന്ന് അദ്ദേഹം എന്ത് ചെയ്യും? പരിശുദ്ധി പ്രാപിക്കും, തസ്കിയത്ത് കിട്ടും. ഇപ്പൊ എന്തിനാ തിരിഞ്ഞു കളഞ്ഞത് എന്നാണ്. അതായത് ഇമാം സഅദി പറയാണ്, യതതഹറു അനിൽ അഖ്ലാഖിർ റദീലതി വയത്തസിഫു ബിൽ അഖ്ലാഖിൽ ജമീലതി. ഇമാം സഅദിയുടെ വാക്കുകൾ ഇങ്ങനെ വായിക്കുമ്പോൾ നമുക്ക് അത് കൽബിൽ ഇങ്ങനെ തറക്കണ വാക്കാണ്, വല്ലാത്ത വാക്കുകളാണ്. അതായത് മോശമായ സ്വഭാവങ്ങളിൽ നിന്ന് പരിശുദ്ധി പ്രാപിക്കുകയും മനോഹരമായ സ്വഭാവ ഗുണങ്ങളെ സ്വീകരിക്കുകയും ചെയ്യുന്നവനായേക്കാമല്ലോ എന്നാണ്. വേറെ തഫ്സീറാണ്, അദ്ദേഹം വിശ്വസിക്കാം, അദ്ദേഹത്തിന് തസ്കിയത്ത് കിട്ടിയേക്കാം, അദ്ദേഹം ഇബാദത്തുകൾ ചെയ്യുന്നവനായേക്കാം എന്നൊക്കെ അതിന് വിശദീകരണങ്ങൾ വേറെയും കാണാൻ പറ്റും. നമ്മൾ ഇന്നതിന് ഇമാം സഅദിയുടെ തഫ്സീറിനെ മാത്രമേ അവലംബിച്ചിട്ടുള്ളൂ. അദ്ദേഹം എന്തായാലും പറഞ്ഞ് അത് മാത്രമേ ഇവിടെ പറയുന്നുള്ളൂ ഇൻഷാ അല്ലാഹ്. എന്നിട്ട് പിന്നെ അള്ളാഹ് പറഞ്ഞു, അല്ലെങ്കിൽ ഒന്നില്ലെങ്കിൽ അദ്ദേഹം എന്ത് ചെയ്തേക്കാം? പരിശുദ്ധി പ്രാപിച്ചേക്കാം. അല്ലെങ്കിൽ യദ്ദക്കറു, അവൻ ഉപദേശം സ്വീകരിക്കുക, ഫതൻഫഉഹു, എന്നിട്ട് അവൻ ഉപകാരപ്പെടുക, അദ്ദിക്റ, ആ ഉപദേശം. ഒറ്റ വാക്കിൽ പറഞ്ഞാൽ, അല്ലെങ്കിൽ ഈ വന്ന കണ്ണ് കാണാത്ത കുരുടനായ ഉമ്മി മക്തൂം അദ്ദേഹം ആ ഉപദേശം സ്വീകരിച്ചേക്കാം, എന്നിട്ടോ ആ ഉപദേശം അദ്ദേഹത്തിന് ഉപകാരപ്പെടുകയും ചെയ്തേക്കാം. അപ്പോ ഇത്ര വലിയൊരു കാര്യമാണത്. എന്നിട്ട് എന്തിനാണ് അവിടുന്ന് മുഖം തിരിച്ചു കളഞ്ഞതെന്ന് അതാ പറഞ്ഞല്ലോ, ലളിതമായി റസൂലുള്ളാഹിനെ അല്ലാഹ് തിരുത്താൻ, ആക്ഷേപിക്കാൻ. അതായത് യതദക്കറു മാ യൻഫഉഹു ഫയൻതഫിഉ ബിതിൽക ദിക്റ എന്നാണ് ഇമാം സഅദി പറഞ്ഞത്. ഉപകാരപ്പെടുന്നത് ഉൾക്കൊള്ളുകയും എന്നിട്ടത് പ്രയോജനപ്പെടുത്തുകയും ചെയ്യാമല്ലോ എന്നാണ്. വന്നതാരാണ്? കേവലം കണ്ണ് കാണാത്ത ഒരാൾ. വന്നത് എന്തിനാണ്? ഉപദേശം തേടിക്കൊണ്ടാണ്. ആ ഉപദേശം അദ്ദേഹത്തിന് ഫലം ചെയ്യുമെന്ന് ന്യായമായും കരുതാവുന്നതാണ്. അതുകൊണ്ട് ഉപദേശിക്കണമായിരുന്നു എന്നർത്ഥം. അതേ സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സന്നിധിയിൽ ഉണ്ടായിരുന്നവരോ ഉലമാഉൽ മുശ്രിക്കീങ്ങളാണ്, വലിയ ആളുകളാണ്. പക്ഷേ ഉപദേശം അവർക്ക് അങ്ങോട്ട് നൽകുകയാണ്. അത് സ്വീകരിക്കാൻ ഉള്ള സന്മനസ് അവർക്കുണ്ടാകാൻ സാധ്യത കുറവാണ്. വന്നാള് ഉപദേശം സ്വീകരിക്കാനാ വന്നത്. ഇവിടെ ഇരിക്കുന്ന ആള് അദ്ദേഹത്തിന് അങ്ങോട്ട് കൊടുക്കുകയാണ്. ചിലപ്പോൾ സ്വീകരിച്ചേക്കാം, ചിലപ്പോൾ സ്വീകരിക്കാതിരുന്നേക്കാം. അപ്പോ തമ്മില് ഖൈർ ആരാണ്? വന്ന ആളാണ്. അതിനെ സംബന്ധിച്ചാണ് ഇമാം സഅദി പറഞ്ഞത് ഈ ആയത്തിന്റെ തഫ്സീറിൽ, ഫഹാദിഹി ഫായിദത്തുൻ കബീറത്തുൻ, ഇതൊരു വലിയ കാര്യമാണ്, ഒരുപാട് ഗുണങ്ങളുണ്ട്. ഹിയൽ മഖ്സൂദത്തു മിൻ ബിഅസത്തിർ റസൂൽ, റസൂലുമാരുടെ നിയോഗത്തിന്റെ ലക്ഷ്യമാണത്. വബഅദിൽ വആൽ, ഉപദേശകന്മാർ ഉത്ബോധിപ്പിക്കുന്നതും അതാണ്. വതദ്കീരിൽ മുദക്കിരീൻ വതദ്കീരിൽ മുദക്കിരീന ഫഇഖ്ബാലുക അലാ മൻ ജാഅ ബിനഫ്സിഹി മുഫ്തഖിറൻ ലിദാലിക മുഖ്ബിലൻ ഹുവൽ അൽയഖുൽ വാജിബുൻ. അപ്പോൾ സ്വയം സന്നദ്ധനായി നിന്റെ അടുത്ത് മുന്നിട്ട് വരുന്ന ഒരാൾ, അയാളാണ് ഉപദേശത്തിന് ഏറ്റവും അർഹൻ. ബാധ്യതയും അവനോട് തന്നെയാണ്. ഇത് നമുക്ക് വലിയൊരു പാഠം പഠിപ്പിക്കാനുള്ളത്, വലിയൊരു പാഠം പഠിക്കാനുള്ളത്. അതായത് നമ്മുടെ അടുത്തേക്ക് ദീന് സ്വീകരിക്കാനും ദീന് പഠിക്കാനും വേണ്ടി കടന്നു വരുന്ന ആളെയാണ് നമ്മൾ അങ്ങോട്ട് കൊണ്ടുപോയി റോട്ടിക്ക് ഇറങ്ങിയിട്ട് ഒരാൾക്ക് വെച്ച് കിട്ടുന്നതിനേക്കാളും ഏറ്റവും അഫ്ളലായത്. മനസ്സിലായോ? ഇത് മനസ്സിലാക്കാൻ നമ്മൾ ഒരു വട്ടെങ്കിലും സൗദി അറേബ്യയിലോ ഏതെങ്കിലും ഒരു ഇസ്ലാമിക രാജ്യത്തോ പോയാൽ മതി. അവിടെയുള്ള നടക്കുന്ന പള്ളികളിലെ ദർസുകൾ, അതിലുള്ള ആൾക്കാർ, അവരുടെ സാന്നിധ്യം, അവരുടെ താല്പര്യം, അവരുടെ ഒരു ഖുശൂ എത്രത്തോളം വെച്ചാൽ, ഇമാം മാലിക് റഹ്മത്തുള്ളാഹി അലൈഹിയുടെ ഉമ്മ അദ്ദേഹത്തെ ഇൽമിന്റെ സദസ്സിലേക്ക് പറഞ്ഞയച്ചിരുന്നത് തലയിൽ തൊപ്പിടിപ്പിച്ചിട്ടായിരുന്നു. തൊപ്പിടാതെ പറഞ്ഞേക്കാറില്ലായിരുന്നു. ശരിക്കും എനിക്കൊക്കെ തന്നെ ഇപ്പൊ നാണക്കേട് തോന്നുന്നുണ്ട്. ഇത് ക്ലാസ് എടുക്കാൻ തുടങ്ങുമ്പോൾ അത് ഓർമ്മ വരും ചിലപ്പോ. എന്തിനാത്? ഇൽമിനോടുള്ള മര്യാദ. ഇത് ശരിക്കും മനസ്സിലാക്കാൻ നമ്മൾ ഒരു വട്ടെങ്കിലും പുറത്ത് ഇസ്ലാമിക ലോകത്തൊന്നും പോയാൽ മതി. ഞാനിത് പറയണത് എന്താ വെച്ചാല്, ഈ ഇൽമ് എന്നുള്ളത് എത്ര ശറഈയായ ഇൽമ് എത്ര മഹത്വമുള്ളതാന്ന് കൂടി മനസ്സിലാക്കാനാണ്. ഇവിടെ ഇമാം സഅദി അതിന്റെ വലിയ ഖൈറുകൾ പറഞ്ഞുതരാണ്. വലിയ കാര്യമാണ്, നബിമാരുടെ നിയോഗ ലക്ഷ്യമാണ്. വാഇദീങ്ങൾ, അതുപോലെ ഓർമ്മപ്പെടുത്തുന്നവർ ഓർമ്മപ്പെടുത്തുന്നതും ഉപദേശിപ്പിക്കുന്നതും ഒക്കെ എന്താണ്? ഉപദേശിക്കുന്നതൊക്കെ എന്താണ്? ഈ കാര്യമാണ്. അതായത് ഒരാൾ സ്വയം സന്നദ്ധനായി നിന്റെ അടുത്ത് മുന്നോട്ട് വരുന്നു,
അയാളാണ് ഉപദേശത്തിന് ഏറ്റവും അർഹന. അതുകൊണ്ടാണ് അവരുള്ളവരെ മിമ്പർമെന്ന് നബി താഴത്തേക്ക് ഇറങ്ങിയെന്ന് നസീഹത്ത് ചോദിച്ചപ്പോൾ. എന്നിട്ട് കസേരട്ടിയിരുന്നു. ആ കസേരന്റെ സിഫത്ത് വരെ ഹദീസിന്റെ ശറഹിൽ കാണാം. ആ കസേര എങ്ങനത്തെ ഇരുന്നു എന്നൊക്കെ. എന്നിട്ട് നബി പറഞ്ഞെടുത്തിട്ട് ബാക്കി മിമ്പർമ കയറിയിട്ട് ബാക്കി വിശദീകരിച്ചു കൊടുത്തുന്നു. ബാക്കി ഖുതുബ പൂർത്തിയാക്കിയെന്നാണ്. കാരണം ചോദിച്ചു വരുന്നത് ദീനിയായ കാര്യമായതുകൊണ്ടാണ്. അത് വലിയ മഹത്വമുള്ള കാര്യമാണ്. എന്നിട്ട് പിന്നെ അള്ളാഹ് പറഞ്ഞു, അമ്മാ മൻ ഇസ്തഗ്നാ ഫഅൻത ലഹു തസദ്ദാ വമാ അലൈക അല്ലാ യസ്സക്കാ വഅമ്മാ മൻ ജാഅക യസ്ആ വഹുവ യഖ്ശാ ഫഅൻത അൻഹു തലഹാ. അമ്മാ മൻ ഇസ്തഗ്നാ, എന്നാൽ താൻ സ്വയം പര്യാപ്തനാണ് എന്ന് നടിച്ചവനാകട്ടെ. ഇസ്തഗ്ന എന്നാണ്. അവൻ സ്വയം പര്യാപ്ത നടിച്ചു. നമ്മൾ എന്തിനും പോന്നവനാന്നുള്ള ഒരു ചിന്താഗതി അയാൾക്കുണ്ടായി. അയാളാകട്ടെ ഫഅൻത ലഹു തസദ്ദ, ഫഅൻത അപ്പോൾ നീ ലഹു അവന് വേണ്ടി തസദ്ദ നീ തയ്യാറായിരിക്കുന്നു എന്നാണ്. അതായത് സ്വയം പര്യാപ്തനാണ്, നമ്മൾ എന്തിനും പോന്നവനാണ് എന്നൊരാൾക്ക് വേണ്ടിയിട്ടാണ് താങ്കൾ എന്ത് ചെയ്യുന്നത്, ശ്രദ്ധ തിരിക്കുന്നത്. വമാ അലൈക അല്ലാ യസ്സക്ക. ഔ, ചില ആൾക്കാർ ഇങ്ങനെ പറയില്ലേ, ഞാൻ എപ്പോഴും ഇവിടെ പറയല്ലേ, അല്ല ഈ എന്താ പറയാ അമേരിക്കയിലെ അല്ലെങ്കിൽ ഇസ്രായേല് നിലവിൽ ഭരിക്കുന്ന ആൾക്കാരെ അവരൊക്കെ ഹിദായത്ത് പ്രാപിച്ചില്ലെങ്കിൽ ചില ചർച്ചകൾ കാണാൻ അങ്ങനെ ആൾക്കാർ സംസാരിക്കുന്നത്. ഈ ആയത്ത് എനിക്ക് എപ്പോഴും ഓർമ്മ വരും. വമാ അലൈക അല്ലാ യസ്സക്ക, അവൻ പരിശുദ്ധി പ്രാപിക്കാതിരുന്നത് നിനക്ക് എന്ത് കുറ്റമുള്ളത്? വേണമെങ്കിൽ സ്വീകരിച്ചാൽ മതി, അത്രേനേ ഉള്ളൂ. വേണമെങ്കിൽ സ്വീകരിച്ചാൽ മതി. അവൻ ഈ പരിശുദ്ധി ദീനിയായ വിഷയങ്ങളിലേക്ക് വരാതിരുന്നാൽ നിനക്കെന്ത് കുറ്റാണ്? വഅമ്മാ മൻ ജാഅക യസ്ആ, എന്നാൽ നിന്റെ അടുത്ത് ജാഅക നിന്റെ അടുത്ത് വന്നു. യസ്ആ, യസ്ആ എന്ന് പറഞ്ഞാൽ സഈ. സഈ എന്ന് പറഞ്ഞാൽ മനസ്സിലായി നിങ്ങൾക്ക്? സായി യസ്ആ, സായി ആ വളരെ ശരിക്കും ഊടാന്നൊക്കെ പറയാൻ വേണമെങ്കിൽ. ഊട് പാഞ്ഞുകൊണ്ടെന്നൊക്കെ പറയും മലയാളത്തിൽ. നമ്മളെ മലപ്പുറം ഭാഷയിൽ പറഞ്ഞ പാഞ്ഞ് മണ്ടി എന്നൊക്കെ പറയല്ലേ. അങ്ങനെ ധൃതിയിൽ താങ്കളുടെ അടുത്തേക്ക് വന്നു ഒരാൾ. ആരാ വന്നത്? അബ്ദുല്ലാഹി ഇബ്നു ഉമ്മി മക്തൂം. വഹുവ യഖ്ശ, അത് എങ്ങനെ വന്നത്? അദ്ദേഹത്തിന്റെ അവസ്ഥ എന്താ, ഹാലെന്താണ് ഉമ്മി മക്തൂമിന്റെ? വഹുവ യഖ്ശ, അദ്ദേഹമാകട്ടെ ഭയപ്പെടുന്ന നിലയിലാണ് താനും. ഫഅൻത അൻഹു തലഹാ, അവനെ പറ്റി നബിയെ താങ്കൾ അശ്രദ്ധ കാണിക്കുന്നു എന്നാണ്. താങ്കളുടെ അടുക്കൽ ഓടി വന്ന അബ്ദുല്ലാഹി ഇബ്നു ഉമ്മി മക്തൂം, അദ്ദേഹത്തിന്റെ ഹാൽ എന്താണ്? അദ്ദേഹം ഭയപ്പെടുന്നവനായിക്കൊണ്ടാണ് വന്നത്. എന്നാൽ താങ്കളാകട്ടെ അദ്ദേഹത്തിന്റെ കാര്യത്തിൽ അശ്രദ്ധ കാണിക്കുന്നു. നബി അശ്രദ്ധ കാണിച്ചത് ആർക്ക് വേണ്ടിയാണ്? അവിടെ ഇരിക്കുന്ന ഒരാൾക്ക് ദീന് പറഞ്ഞു കൊടുക്കാനാണ്, വെറുതെ അല്ല. നബി ന്യായമായ കാര്യം ചെയ്തത്. പക്ഷെ അള്ളാഹു തആല അതിനെ തിരുത്തുക. ഖുർആന്റെ ഈ ഇജാസ് അതിന്റെ തെളിവും കൂടിയായിരുന്നു. നമ്മൾ ആലോചിക്കും, ലോകത്തെ ഏതെങ്കിലും ഒരു ഗ്രന്ഥത്തിലുണ്ടാവുമോ ആ ഗ്രന്ഥത്തിന്റെ ഉടമസ്ഥനിലേക്ക് ചേർത്തിട്ട്? സാധാരണ ഖുർആൻ മുഹമ്മദ് നബി ഉണ്ടാക്കിയതാന്ന് വാദിക്കുന്ന ആൾക്കാർക്കുള്ള ഏറ്റവും വലിയൊരു മറുപടിയാണത്. എന്ത്? അവനാൻ എഴുതിയ പുസ്തകത്തിൽ അവനവനാരെങ്കിലും വിമർശിക്കുമോ? മാക്സിമം നന്നാക്കാനല്ലേ നോക്കുള്ളൂ. അത് മറ്റൊരു വിഷയമാണ്. ഇവിടെ ഈ ആയത്തിനെ വിവരിക്കുന്നിടത്ത് ഇമാം സഅദി റഹ്മത്തുള്ളാഹി അലൈഹി പറയാണ്, ഈ 6 ആയത്തുകളെ പറയുന്നിടത്ത് വഅമ്മാ തസദ്ദീക വതഅറുദുക ലിൽഗനിയിൽ മുസ്തഗ്നി അല്ലദീ ലാ യസ്അലു വലാ യസ്തഫ്തി ലിഅദമി റഗബതിഹി ഫിൽ ഖൈർ. എന്നാൽ സ്വയം പര്യാപ്തത നടിക്കുന്ന ഒരു സമ്പന്നിലേക്കാണ്, അഥവാ ഉമയ്യത്ത് ബിൻ ഖലഫ് അതുപോലുള്ള ആളുകളിലേക്കാണ് നബിയെ താങ്കൾ തിരിഞ്ഞത്. അവൻ ഉപദേശം ചോദിക്കാത്തവനും നന്മയിൽ ആഗ്രഹമില്ലാത്തവനുമാണ്. താങ്കൾ ഉപേക്ഷിച്ചതാകട്ടെ അവനേക്കാൾ പ്രാധാന്യം നൽകേണ്ട ഒരുവനെയാണ്. അത് താങ്കൾക്ക് യോജിച്ചതല്ല. താങ്കൾ അങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു. അള്ളാഹ് തിരുത്തി കൊടുക്കാൻ, കാരണം വഹി ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണല്ലോ, അപ്പോഴാണ് അത് തിരുത്തുക. فإنه ليس عليك ألا يزكى فلو لم يتزكى فلست بمحاسب على ما عمله من الشر. നബിയെ, ഈ ഇരിക്കുന്ന ആള് ധന്യനായ മക്കയിലെ മുശ്രിക്കുകളുടെ കൂട്ടത്തിൽപ്പെട്ട ഒരാള്, അവൻ പരിശുദ്ധി പ്രാപിക്കാതിരിക്കുന്നത് കൊണ്ട് താങ്കൾക്കൊന്നും വരാല്ല.
അവൻ ചെയ്യുന്ന തിന്മകളിൽ താങ്കളാകട്ടെ നാളെ റബ്ബിന്റെ കോടതിയിൽ വിചാരണ ചെയ്യപ്പെടുന്നവനുമല്ല. അതാണ് ഈ സ്വീകരിക്കാത്ത ഒരുത്തന് ഓന്റെ കാര്യത്തിൽ താങ്കൾ ആശങ്കപ്പെടണ്ട. ഓൻ ചെയ്യണ തിന്മ താങ്കളെ ബാധിക്കൂല. എന്നിട്ട് ആ വാചകത്തിന്റെ അവസാനത്തിൽ ശൈഖ് ഇപ്രകാരം പറയണത്, ഫദല്ല അലൽ ഖായിദത്തിൽ മശ്ഹൂറ, ഫദല്ല ഹാദാ അലൽ ഖായിദത്തിൽ മശ്ഹൂറ. പ്രസിദ്ധമായ ഒരു തത്വം, ഒരു ഖായിദ, അടിസ്ഥാന ഇതിനകത്തുണ്ട്. എന്താ അറിയോ? അന്നഹു ലാ യുത്രകു അംറുൻ മഅലൂമുൻ ലിഅംരിൻ മൗഹൂമിൻ വല മസ്ലഹത്തുൻ മുതഹഖിഖത്തുൻ ലിമസ്ലഹത്തിൻ മുതവഹമത്തിൻ. അവ്യക്തമായ ഒരു കാര്യത്തിനു വേണ്ടി വ്യക്തമായതിനെ ഉപേക്ഷിക്കരുത്. ഫഹമുൽ കലാം. അവ്യക്തമായ ഒരു കാര്യത്തിനു വേണ്ടി വ്യക്തമായ ഒരു കാര്യത്തെ ഉപേക്ഷിക്കരുത്. ഊഹിക്കപ്പെടുന്ന ഒരു നന്മക്ക് വേണ്ടി ഉറപ്പാക്കപ്പെട്ട ഒരു നന്മയും ഉപേക്ഷിക്കരുത്. അല്ലാഹു അക്ബർ. എന്തൊരു വല്ലാത്ത വാക്കാണ് അദ്ദേഹം പറഞ്ഞത് ഈ ആയത്തിനെ വിശദീകരിച്ചിട്ട്. എന്നിട്ട് അവിടുന്ന് പറയാണ്, വഅന്നഹു യംബഗി അൽ-ഇഖ്ബാലു അലാ ത്വാലിബിൽ ഇൽം അൽ മുഫ്തഖിരി ഇലൈഹി അൽ ഹരീസി അലൈഹി അസീദു മിൻ ഗൈരിഹി. ബോധത്തോടെയും സ്വന്തം താല്പര്യത്തോടെയും വിജ്ഞാനം അന്വേഷിച്ച് ഇൽമന്വേഷിച്ച് വരുന്ന ഒരു വിദ്യാർത്ഥിയെ മറ്റുള്ളവരെക്കാളും പരിഗണിക്കണം എന്നർത്ഥം. അല്ലാഹു അക്ബർ കബീറ. അത് സ്വന്തം താല്പര്യത്തിലും പിന്നെ സ്വയം ബോധത്തോടെയും ഇൽമ തേടി വരുന്ന ഒരു താലിബുൽ ഇൽമിനെ എന്ത് ചെയ്യണം? പരിഗണിക്കണം എന്നാണ്. അവൻ എത്ര ചെറുതായാലും എത്ര പ്രായമുള്ള ആളായാലും. ഇതാണ് ഇതിൽ നിന്നുള്ളൊരു ഖായിദ എന്നാണ്. ഇത് നമുക്കും ബാധകമാണ്. നമുക്കറിയണൊരു കാര്യം ഒരാൾ നമ്മളോട് ചോദിച്ചാൽ നമ്മളത് പറഞ്ഞു കൊടുക്കണം. അറിയാത്ത കാര്യം നമ്മൾ എന്ത് ചെയ്യരുത്? പറഞ്ഞു കൊടുക്കരുത്. കാരണം എന്താ? നിസ്ഫുൽ ഇൽമി ലാ അദ്രി എന്നാണ്. അതൊരു അടിസ്ഥാനമായിട്ട് മനസ്സിലാക്കണം. നമുക്ക് അറിയാത്തതിനെ വെറുതെ ഊഹിച്ചു അതങ്ങനെയൊക്കെ ആയിരിക്കാൻ സാധ്യതയുണ്ട്. എന്തായാലും ഇപ്പൊ ദീൻ പറഞ്ഞാൽ സിമ്പിളല്ലേ എന്ന് കണ്ടിട്ട് ഓന്റെ വകയാണ് പറഞ്ഞു കൊടുക്കും. അത് ചെയ്യരുത്. നമുക്ക് അറിയണത് ചോദിച്ചാലോ മൂടിയൊക്കെ ചെയ്യരുത്, പറഞ്ഞു കൊടുക്കണം. അറിയണ ഇൽമ പറഞ്ഞു കൊടുക്കണം. അത് മക്കളായാലും ഭാര്യയായാലും ആരായാലും ശരി, ഭർത്താവായാലും വാപ്പിമ്മയായാലും ഒക്കെ. എടാ ഉപ്പ ചോദിക്കാണ്, അതെന്താടാ അങ്ങനെ? ഉപ്പ പണ്ട് പഠിച്ചായിരിക്കും, ഉപ്പാക്ക് ഓർമ്മ ഉണ്ടാവില്ല. നമ്മളിപ്പോ ശരിക്കും കാര്യങ്ങളൊക്കെ പഠിച്ചിങ്ങനെ വരികയാണ്. അപ്പൊ ഉപ്പ ചോദിച്ചാൽ ഉപ്പ അത് അങ്ങനെയല്ല, അതിങ്ങനെയാണ് എന്ന് പറഞ്ഞിട്ട് അതിന്റെ നിജസ്ഥിതി ഉപ്പാക്ക് ബോധ്യപ്പെടും. ചോദിച്ചാൽ പറഞ്ഞു കൊടുക്കണം. അല്ലെങ്കിൽ കണ്ടാ തെറ്റ് തിരുത്തി കൊടുക്കണം. നമുക്ക് ബാധ്യതയാണ്. തൊയ്യും ഇവിടെ നിങ്ങൾ ആലോചിച്ചൊക്കെയും ധനവും നേതൃത്വവും ഉണ്ട്. എന്നാലോ സ്വയം സ്വീകരിച്ചു വരുന്ന നടപടികളാണ് ശരിയായത് എന്ന ധാരണയുണ്ട്. അതുകൊണ്ട് തന്നെ മറ്റൊരാളുടെ ആശ്രയമോ ഉപദേശമോ തങ്ങൾക്ക് ആവശ്യമില്ല എന്നാണ് ശരിക്ക് ഈ പറഞ്ഞ ഒനീയിന്റെ ആൾക്കാരുടെ നിലപാട്. അതുകൊണ്ട് നബിയെ, അവർക്ക് വേണ്ടി സമയം ചെലവഴിക്കുന്നതിനേക്കാളും ഭേദം ഭക്തനും ഇൽമിനോട് സ്നേഹമുള്ളവനുമായ ആ സ്വഹാബിയുടെ കാര്യത്തിൽ ശ്രദ്ധ കൊടുക്കലാണ് എന്നാണ് എൻ്റെ താല്പര്യം. ഈ ആയത്തൊക്കെ അവതരിച്ചതിന് ശേഷം എത്രയോ സന്ദർഭങ്ങൾ, കാരണം അദ്ദേഹത്തിന്റെ വിഷയത്തിലാണ് നമ്മൾ മുമ്പ് മിമ്പർമെന്ന് പഠിച്ചിട്ടുണ്ട്. ജമാഅത്ത് നിസ്കാരം കേൾക്കുന്നുണ്ടോ? കേൾക്കുന്നുണ്ട്, എന്നാ ഉത്തരം നൽകണമെന്ന് പറഞ്ഞു അല്ലേ? മാത്രമല്ല മദീന വിട്ടുപോകുന്ന സന്ദർഭങ്ങളിലൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തെ ആയിരുന്നു മദീനയിൽ അവിടുത്തെ നായിബാക്കി നിശ്ചയിച്ചിരുന്നത്, പ്രതിനിധിയായിട്ട്. ആര്? ഈ സഹാബിയെ, കണ്ണുകണത്തി സഹാബിയെ. എത്രത്തോളം വെച്ചാല് നബിയുടെ ബാങ്ക് വിളിക്കാരിൽ പ്രധാനിയായിരുന്നു ആര്? ഒന്ന് ബിലാലാണ്, ഒന്ന് അബ്ദുല്ലാഹി ഇബ്നു ഉമ്മി മക്തൂം. ഒരാള് തഹജ്ജുദ്, മറ്റാള് സുബഹി. ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറും. അല്ലാഹു അഅലം. ഇവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തെ കാണുമ്പോൾ പറയാറുള്ളൊരു വാക്ക് ഹദീസിൽ കാണാം, മർഹബൻ മർഹബൻ ബിമൻ ആതബനി ഫീഹി റബ്ബി. അല്ലാഹ്, എന്റെ റബ്ബ് എന്നെ ആക്ഷേപിക്കാൻ ഇടയായ ആൾക്ക് സ്വാഗതം. നബി വലിയ ബഹുമാനം കൊടുത്തിരുന്നു പിന്നീട് അദ്ദേഹത്തിന്. അല്ലെങ്കിൽ നബി എല്ലാ ആളുകളെയും സഹാബത്തിനെയും ബഹുമാനിച്ചിരുന്നു, ആദരിച്ചിരുന്നു, ഇഷ്ടപ്പെട്ടിരുന്നു. അതാണ് എന്താണ്, താങ്കൾ ഒരു പരുഷ സ്വഭാവിയായിരുന്നെങ്കിൽ ഒരായത്തുണ്ടല്ലോ, താങ്കളുടെ അവിടുന്ന് ആളുകൾ പരിസരത്ത് പിരിഞ്ഞു പോകുമായിരുന്നു പറഞ്ഞു. നബി അത്രയും കാരുണ്യത്തോടുകൂടിയ പെരുമാറിയത്. ഇതൊരു അശ്രദ്ധയാണ്. ആ അശ്രദ്ധ അള്ളാഹ് തിരുത്താണ്. ആ അശ്രദ്ധയെ അള്ളാഹു തആല തിരുത്തി കൊടുക്കണം. അങ്ങനെ
നമ്മളിന്ന് മനസ്സിലാക്കേണ്ട കാര്യം വെച്ചാൽ ഉപദേശം തേടി വരുന്നതിൻ്റെ നേരെ അശ്രദ്ധ കാണിക്കുകയും അതിന് ആവശ്യമില്ല എന്ന് വിചാരിക്കുന്നവരുടെ നേരെ ശ്രദ്ധ പതിപ്പിക്കുകയും ചെയ്യേണ്ടതില്ല. എത്രത്തോളം വെച്ചാൽ ഈ ഓതി കേൾപ്പിക്കുന്ന ആയത്തുകൾ അവരിൽ നിർബന്ധപൂർവ്വം വെച്ച് കെട്ടേണ്ട ഒരു ആവശ്യമില്ല. കാരണം എന്താ അറിയോ, അവ കേവലം അള്ളാന്റെ ആയത്തുകളാണ്, ഉപദേശങ്ങളാണ്. വേണം എന്നുള്ളവർ അത് വിശ്വസിച്ചു കൊള്ളട്ടെ എന്നേ ഉള്ളൂ. എന്നാൽ ഈ ആയത്തുകൾ ഒരു സാധാരണ ഉപദേശങ്ങളെ പോലെ ഒന്നല്ല. അതാണ് ഇതിന് ശേഷം പറയണത്. എന്ത്? പുണ്യവാന്മാരും മാന്യന്മാരുമായ ചില ദൗത്യവാഹകന്മാരുടെ കൈകളാൽ പരിശുദ്ധവും ഉന്നത നിലവാരത്തിലുള്ളതുമായ ആദരണീയമായ ഗ്രന്ഥത്തിൽ ലൗഹുൽ മഹ്ഫൂദിൽ അല്ലെ സ്ഥിതി ചെയ്യുന്ന ഉപദേശങ്ങളാണ്. നമ്മൾ മുമ്പെന്ന് പറഞ്ഞിട്ടുണ്ട്, അല്ലാഹു തആല ലൗഹുൽ മഹ്ഫൂദിൽ നിന്ന് ഇങ്ങനെ ഘട്ടം ഘട്ടമായി അവസാനം മക്കയിൽ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിലേക്ക് ഖുർആന്റെ അവതരണം നമ്മൾ മുമ്പ് പറഞ്ഞിട്ടുണ്ട്. അല്ലാഹു തആല തുടർന്ന് പറയുന്നതാണ് എന്താ? കല്ലാ ഇന്നഹാ തദ്കിറ ഫമൻ ശാഅ ദക്കറ. കല്ല, അതല്ല. ഇന്നഹ, നിശ്ചയമായും ഇത് തദ്കിറത്തുൻ, ഒരു ഉപദേശമാണ്. ഖുർആനെ കുറിച്ച് അല്ലാഹു പറയാണ്, നിശ്ചയമായും ഇത് ഒരു തദ്കിറത്ത്, ഉപദേശമാകുന്നു. ഫമൻ, അതുകൊണ്ട് ആര് ശാഅ ഉദ്ദേശിക്കുന്നുവോ ദക്കറഹു, അവൻ അത് ഓർത്തുകൊള്ളട്ടെ. അതുകൊണ്ട് ആരത് ഉദ്ദേശിക്കുന്നുവോ അവർ അത് ഓർത്തുകൊള്ളട്ടെ എന്നാണ്. ഇതെന്താ അങ്ങനെ പറയേണ്ടത് അറിയോ? കല്ല ഇന്നഹ തദ്കിറ എന്ന് പറഞ്ഞാൽ ഇമാം സഅദി റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞു, ഐ ഹഖൻ ഇന്ന ഹാദിഹി അൽ മൗഇലത തദ്കിറത്തുൻ മിനല്ലാഹ്. തീർച്ചയായിട്ടും ഇതൊരു ഓർമ്മപ്പെടുത്തലാണ്. എവിടുന്നുള്ള ഓർമ്മപ്പെടുത്തൽ? തദ്കിറത്തുൻ മിനല്ലാഹ്, അല്ലാഹുവിങ്കിൽ നിന്നുള്ള ഓർമ്മപ്പെടുത്തൽ. ആർക്കാണ്? യുദക്കറു ബിഹാ ഇബാദ, അല്ലാഹു തആല തന്റെ അടിമകളെയാണ് ഓർമ്മപ്പെടുത്തുന്നത്. വയുബയ്യിനു ലഹും ഫീ കിതാബിഹി മാ യഹ്താജൂന ഇലൈ, അവർക്ക് ആവശ്യമുള്ളത് ഈ കിതാബിലൂടെ അല്ലാഹു തആല വിശദീകരിച്ചു കൊടുക്കുന്നു. വയുബയ്യിനുർ റുശ്ദ മിനൽ ഗയ്, വഴികേടിൽ നിന്ന് സന്മാർഗമേതാണ് എന്ന് വ്യക്തമാക്കി കൊടുക്കുന്നു. ഫഇദാ തബയ്യന ദാലിക ഫമൻ ശാഅ ദക്കറ ഐ അമില ബിഹി, അതൊരാൾക്ക് വ്യക്തമായി കഴിഞ്ഞാൽ, ഫഇദാ തബയ്യന ദാലിക, അതൊരാൾക്ക് വ്യക്തമായി കഴിഞ്ഞാൽ, അതാണ് ഫമൻ ശാഅ ദക്കറ. അതിനാൽ ആരുദ്ദേശിക്കുന്നുവോ അവനത് ഓർമ്മിച്ചു കൊള്ളട്ടെ എന്നാണ്. ഐ അമില ബിഹി, അവനത് പ്രാവർത്തികമാക്കട്ടെ എന്നാണ്. അത് നമ്മൾ മുമ്പ് പഠിച്ചിട്ടുണ്ട്. ഖുർആന്റെ പഠന രീതി ഒന്ന്, അത് വലിയൊരു വിഷയമാണ്, ചർച്ച ചെയ്യേണ്ട കാര്യം. ഇൻഷാ അല്ലാഹ് അടുത്ത ക്ലാസ് പറഞ്ഞത്. ഇൻഷാ അല്ലാഹ് അത് കുറച്ച് നമ്മളിവിടെ പറഞ്ഞിട്ടുണ്ടോ സംശയമുണ്ട് മുമ്പ്, ചെറുതായിട്ട് അത് കുറച്ച് വിശദീകരിക്കേണ്ട സംഗതി. ഒരു 10 മിനിറ്റോളം തീരൂല. ഇതിന്റെ ഓരോ തർത്തീബുകളുണ്ട്. ആ തർത്തീബിൽ തന്നെ ഒരു ആയത്തിനെ അല്ലാഹു തആല നസ്ഖ് ചെയ്ത് മറ്റൊരായത്ത് കടന്നു വരുന്നിടത്തൊക്കെ ഇങ്ങനെ ചോദ്യങ്ങളോ അതിനുള്ള ഉത്തരങ്ങളും പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്. അത് നമുക്ക് ഇൻഷാ അല്ലാഹ് ക്ലാസ് ആക്കിയിട്ട് തന്നെ അത് പറയാം, ഈ സംശയം തീർക്കും ചെയ്യാം ഇൻഷാ അല്ലാഹ്. എന്നിട്ട് ശൈഖ് പറയാണ്, ഖൗലിഹി തആല, അല്ലാഹു പറഞ്ഞതുപോലെ എന്താണ്? വഖുലിൽ ഹഖ്ഖു മിർ റബ്ബിക്കും ഫമൻ ശാഅ ഫൽയുമിൻ വമൻ ശാഅ ഫൽയക്ഫുർ. പറയുക, സത്യം നിങ്ങളുടെ റബ്ബിങ്കിൽ നിന്നുള്ളതാകുന്നു, അതിനാൽ ഇഷ്ടമുള്ളവർ വിശ്വസിക്കട്ടെ, ഇഷ്ടമുള്ളവർ അവിശ്വസിക്കട്ടെ. അതാണ് ഈ ആയത്തിന്റെ ഒരു തഫ്സീറായി ഇമാം സഅദി റഹ്മത്തുള്ളാഹി അലൈഹി എടുത്തുകൊടുത്ത മറ്റൊരായത്ത്. ഇതെവിടെയാണ്? സൂറത്തു അൽ കഹ്ഫിന്റെ 29-ാമത്തെ ആയത്ത്. പിന്നീട് ഈ പറഞ്ഞ ആയത്തിന്റെ, ഈ നസീഹത്തിന്റെ, ഉത്ബോധനത്തിന്റെ സ്ഥാനവും മഹത്വവും ഔന്നത്യവും ഒക്കെയാണ് അല്ലാഹു തആല തുടർന്ന് പറയുന്നത്. അതെന്താണ്? അല്ലാഹു തആല പറയാണ്, ഫീ സുഹുഫിൻ മുകറമ മർഫൂഅത്തിൻ മുതഹറ, ആദരണീയമായ ചില ഏടുകളിലാണ് അതുള്ളത്. മർഫൂഅത്തിൻ മുതഹറ, ഉന്നതമാക്കപ്പെട്ടതും പരിശുദ്ധമാക്കപ്പെട്ടതുമായ. ഏതാണത്? ഫീ സുഹുഫിൻ മുകറമത്തിൻ മർഫൂഅ മുതഹറ,
അതിനെ വിശദീകരിക്കണത് ഇമാം സഅദി പറയാണ്, ഫി സുഹുഫി മുകറമ, ആദരണീയമായ ചില ഏടുകളിൽ, മർഫൂഅ, ഉന്നതമാക്കപ്പെട്ടെന്ന് പറഞ്ഞാൽ അൽ ഖദരി വറുത്ബ എന്നാണ്, സ്ഥാനത്തിലും പദവിയിലും എന്നാണ്, സ്ഥാനത്തിലും പദവിയിലും. മുത്തഹറത്ത്, പരിശുദ്ധമാക്കപ്പെട്ടെന്ന് പറഞ്ഞാൽ മിനൽ ആഫാഖി അൻ തനാലഹ ഐദി ശയാത്തീനി ഔ യസ്തരിഖുഹാ. അതായത് പരിശുദ്ധമാക്കപ്പെട്ടതാണ് ഈ ആയത്തുകൾ എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അപകടങ്ങളിൽ നിന്നും പിശാചുക്കളുടെ കൈകൾ അതിനെ കൈകാര്യം ചെയ്യുന്നതിൽ നിന്നും അത് കട്ടുകേൾക്കുന്നതിൽ നിന്നുമെല്ലാം അതെന്താണ് ആദരിക്കപ്പെട്ടതാണ്. അതായത് ലാ യഅതീഹിൽ ബാത്തിലു മിൻ ബൈനി യദൈഹി വലാ മിൻ ഖൽഫിഹി, അതിന്റെ മുന്നിലൂടെയും പിന്നിലൂടെയും ഒരിക്കലും അതിലെന്ത് വരൂല, ബാത്തിൽ കടന്നു വരൂല. ഒരു നിലക്കും ഖുർആനിൽ കൈകടത്താൻ ആളുകൾക്ക് സാധിക്കില്ല. കാരണം എന്താണെന്നറിയോ, അത് വന്ന വഴി എങ്ങനെയാണ്. എന്നിട്ട് പറയാണ് ബി ഐദി സഫറ കിറാമിൻ ബററ, ബി ഐദി സഫറ, ചില ദൗത്യവാഹകരുടെ കൈകളിലൂടെ, കിറാമിൻ ബററ, അത് എങ്ങനത്തെവരാണ് അവര്, മാന്യന്മാരും പുണ്യവാന്മാരുമായ ആളുകളുടെ കൈകളിലൂടെ. അതാരാണത്? ബൽഹിയ ബി ഐദി സഫറത്തിൻ എന്ന് പറഞ്ഞാൽ വഹുമുൽ മലായികത്തു അല്ലദീന ഹുമുസ് സുഫറാഉ ബൈനല്ലാഹി വബൈന ഇബാദി. മാത്രമല്ല ചില സന്ദേശവാഹകരുടെ കൈകളിലൂടെ അതുള്ളതെന്ന് പറഞ്ഞാൽ അവർ മലക്കുകളാണ്, അള്ളാഹുവിനും അവന്റെ ദാസന്മാർക്കും ഇടയിലുള്ള സന്ദേശവാഹകന്മാരാണ് എന്നാണ് ഇമാം സഅദി റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞത്. ഈ ആയത്തിന് വിരിക്കുന്നിടത്തും ഞാനിതുമായി ബന്ധപ്പെട്ട് പരിശോധിച്ചപ്പോൾ 2-3 അഭിപ്രായങ്ങൾ കാണാൻ പറ്റും. ഇവിടെ ദൗത്യവാഹകന്മാർ, സന്ദേശവാഹകർ എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് ഒന്ന് മലക്കുകളാണ് ഭൂരിപക്ഷ അഭിപ്രായം. ആ കൂട്ടത്തിൽ ചില ഖാസായ തഫ്സീറുകൾ കാണാൻ പറ്റും. കാരണം ഖുർആൻ വരുന്നത് മലക്കുകളിലൂടെയാണ്, ജിബ്രീലാണ്. പിന്നെ അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എത്തിച്ചു കൊടുക്കുന്നു, അപ്പൊ നബിയുടെ കൈകളിലൂടെ. പിന്നീട് ഇത് സ്വഹാബത്തിന്റെ കൈകളിലൂടെ. അപ്പൊ ചില ആളുകൾ സ്വഹാബികളാണ് ഇവിടെ ബി ഐദി സഫറ എന്നതിന് വ്യാഖ്യാനമായി നൽകിയത്. തെറ്റല്ല, അത് എന്താണ്, അങ്ങനെ വൈവിധ്യങ്ങൾ വരാം. ഒരു സംഗതി പറയുമ്പോൾ അതിന്റെ 2 തലമുണ്ടാവും. കാരണം അവരും പരിശുദ്ധരാണ്, പരിശുദ്ധരായ ആളുകളുടെ കൈകളിലൂടെയാണ് എന്ത് വന്നിട്ടുള്ളത്, വിശുദ്ധ ഖുർആൻ ലോകത്തേക്ക് കിട്ടിയിട്ടുള്ളത്. പക്ഷെ ഈ ആയത്തുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ആരാണ്? മലക്കുകളാണ് എന്നതാണ് ഭൂരിപക്ഷ അഭിപ്രായം. അതാണ് കൂടുതൽ ശരിയായതും. എന്നിട്ട് ഇമാം സഅദി പറഞ്ഞു, വദാലിക കുല്ലുഹു ഹിഫ്ളും മിനല്ലാഹി ലികിതാബി, അല്ലാഹു തആല തന്റെ ഗ്രന്ഥത്തിന് ഏർപ്പെടുത്തിയ സംരക്ഷണമാണിതെല്ലാം. നോക്കി നിങ്ങൾ എന്ത് രസമായിട്ട് അല്ലാഹു പറഞ്ഞത്. ഒരിക്കലും ഒരു കപടന്റെ കയ്യിലേക്കും എത്തപ്പെടാതെ, ഒരാളും അതിനകത്ത് കടന്നു വരാതെ നല്ല ആളുകളിലൂടെ മാത്രം അല്ലാഹു തആല ഈ ഖുർആൻ മുഹമ്മദ് നബിയിലേക്ക് എത്തിച്ചത്. എന്നിട്ട് പറയാണ് അൻ ജഅല സുഫറാഅ ഫീഹി ഇല റുസുലിൽ മലായികത്തിൽ കിറാമിൽ അഖ്വിയാഇൽ അത്ഖിയാ വലം യജ്അൽ ലിശയാത്തീന അലൈഹി സബീലൻ വഹാദാ മിമ്മാ യൂജിബുൽ ഈമാന ബിഹി വതലഖീഹി ബിൽ ഖബൂൽ. എത്രത്തോളം വെച്ചാൽ സൂക്ഷ്മാലുക്കളും ശക്തരും മാന്യന്മാരുമായ ദൂതന്മാരായ മലക്കുകളെ അതിന്റെ സന്ദേശവാഹകരാക്കി. അതാണ് ഈ ആയത്തിന്റെ തഫ്സീർ. എന്നിട്ടോ പിശാചുക്കൾക്ക്, ശൈത്താന്മാർക്ക് യാതൊരു വഴിയും അതിന്മേലില്ല. ഇതെല്ലാം പൂർണ്ണമായി നാം അംഗീകരിച്ച് വിശ്വസിക്കേണ്ട കാര്യങ്ങളാണെന്ന്. അഖീദത്തു തഹാവിയ, അതുപോലെ ഉസൂൽ ഈമാൻ, പല അഖീദ ഗ്രന്ഥങ്ങൾ പഠിക്കുമ്പോഴും ഈ സംഗതി. അതുപോലെ ഇമാം സുന്നയുടെ അഖീദ ഗ്രന്ഥങ്ങളിൽ, ശറഹ് സുന്നല്ല, ശറഹ് സുന്നയിലുണ്ടെന്ന് തോന്നുന്നു ഇതേപോലത്തെ ഒരു വാക്ക്. ഇമാം സുന്നയുടെ ഒരു പ്രസിദ്ധ ഗ്രന്ഥം, അതിനകത്തുണ്ട് ഈ ഇതേ ശൈലി. എന്താ, അഖീദയുമായി ബന്ധപ്പെട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യങ്ങളാണ് ഈ പറയുന്നത് എന്നുള്ളത്. അല്ലാഹു അലം. എന്നാൽ ഇതൊക്കെയാണെങ്കിലും, ഇങ്ങനെയൊക്കെയാണെങ്കിലും, അള്ളാഹു ഇങ്ങനെ ഒരു ഗ്രന്ഥം അവർക്ക് തന്നതെങ്കിലും മനുഷ്യൻ അങ്ങേയറ്റം നന്ദി കെട്ടവനാവുകയാണ്. അതാണ് അള്ളാഹു തആല പറഞ്ഞെന്തറിയോ, ഇത്രയൊക്കെ സംഗതി കയ്യിൽ കിട്ടിയിട്ടും ഖുതിലൽ ഇൻസാനു മാ അക്ഫറ. ഖുതില എന്ന് പറഞ്ഞാൽ നമ്മളിവിടെ എന്താ അർത്ഥം വെക്കുക, കൊല്ലപ്പെട്ടെന്നാ പറയാ സാധാരണ. പക്ഷെ ഇവിടെ ശപിക്കപ്പെട്ടെന്നാണ് അതിന്റെ മായന. ഖുതില എന്ന് പറഞ്ഞാൽ മായന ലുഇന എന്നാണ്. ലുഇന അൽ ഇൻസാൻ, മനുഷ്യൻ. അപ്പൊ ഇവിടെ മായനെന്താ, മനുഷ്യൻ നാശമടയട്ടെ എന്നാണ്. മനുഷ്യന്റെ നാശം. ആരാ നാശം എന്ന് പറയുന്നത്? അല്ലാഹു തആല.
എന്തുകൊണ്ടാണത്? മാ അക്ഫറ, അവൻ എന്താണ് ഇത്ര നന്ദി കെട്ടവനാകാൻ? എന്താണ് അവൻ ഇത്ര നന്ദി കെട്ടവനാകാൻ? എന്നിട്ട് അള്ളാഹു ചോദിക്കാണ്, മിൻ അയ്യി ശൈഇൻ ഖലഖ, ഏതൊരു വസ്തുവിൽ നിന്നാണ് അള്ളാഹു അവനെ സൃഷ്ടിച്ചിരിക്കുന്നത്? അള്ളാഹിന് ഉത്തരം പറയാ, മിൻ നുത്ഫ, ഒരു ഇന്ദ്രിയത്തുള്ളിയിൽ നിന്ന്, നുത്ഫയിൽ നിന്ന്. ഖലഖഹു ഫഖദ്ദറ, അള്ളാഹു അവനെ സൃഷ്ടിച്ചു, എന്നിട്ട് അവനെ കണക്കാക്കി വ്യവസ്ഥപ്പെടുത്തി. സുമ്മ സബീല യസ്സറ, പിന്നെ അവന്റെ വിജയത്തിനുള്ള മാർഗം അള്ളാഹു തആല എളുപ്പമാക്കി കൊടുത്തു. സുമ്മ അമാതഹു ഫഅഖബറ, പിന്നെ അവൻ അള്ളാഹു തആല മരിപ്പിക്കുകയും ഖബറടക്കുകയും ചെയ്തു. സുമ്മ ഇദാ ശാഅ അൻശറ, പിന്നീട് അവൻ ഉദ്ദേശിക്കുമ്പോൾ അവനെ, മനുഷ്യനെ ഉയർത്തെഴുന്നേൽപ്പിക്കുകയും ചെയ്യുന്നു എന്നാണ്. സുമ്മ ഇദാ ശാഅ അൻശറ, എന്നിട്ട് പിന്നെ റബ്ബ് പറയാ, കല്ല ലമ്മ യഖ്ദി മാ അമറ. കല്ല, അങ്ങനെയല്ല. ലമ്മ യഖ്ദി, അവൻ നിർവഹിച്ചിട്ടില്ല. മാ അമറ, അവനോട് കൽപ്പിച്ചത് അവൻ ചെയ്തിട്ടില്ല. ഈ ഓരോ വാക്കും നമുക്ക് അത്രയും വിശദീകരിക്കാൻ മാത്രമുണ്ട്. ഇതൊക്കെ നമ്മൾ ഒഴിവാക്കി പോണത് ഇമാം സഅദിയുടെ തഫ്സീർ മാത്രം വരുന്നതുകൊണ്ടാണ്. അതൊരു ബാക്കിയുള്ളതിലൊക്കെ കടന്ന ഇതിനൊക്കെ വിവരണമായിട്ട് വേറെ ആയത്തുകൾ കാണാൻ പറ്റും. ഇവിടെ ഒന്ന് രണ്ട് പദം നമ്മൾ ഓർത്തൊക്കെണ്ടുണ്ട്. മനുഷ്യന്റെ തുടക്കം, എന്നിട്ട് പിന്നെ മനുഷ്യൻ അല്ലാഹു തആല ദുനിയാവിൽ കണക്കാക്കിയത്, അവന്റെ വഴി എളുപ്പാക്കിയത്, പിന്നെ അവനെ മരിപ്പിക്കുന്നത്, പിന്നെ അവനെ ഖബറടക്കുന്നത്, പിന്നീട് ആ ഖബറിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിക്കുന്നത്. അള്ളാഹ്ക്ക് ഇത്രയും കാര്യം പറയാൻ ഒരു മനുഷ്യന്റെ പുരുഷായുസ് മുഴുവനും എങ്ങനെ വെച്ചാല്, വാപ്പയുടെ മുതുകിൽ നിന്ന് വരുന്ന, അങ്ങനെ വരുന്ന, എന്നിട്ടത് അംശാജിൻ നബുത്തലിഹി കൂടിച്ചേർന്നുണ്ടാകുന്ന ബീജം ഉണ്ടോ, അങ്ങനെ വന്നിട്ട് ഒരു വലിയ ചാക്രിക വ്യവസ്ഥ എന്നൊക്കെ നമ്മൾ പറയില്ലേ. നമ്മൾ പണ്ടില്ലേ ഈ സയൻസിൽ ഏതോ ബയോളജി ഏതോ നമ്മൾ പഠിക്കുമ്പോൾ പണ്ട് അങ്ങനെ ഒരു ചെയിനായിട്ട്, ആ ചെയിന് പോലെ അല്ലാഹു തആല നമുക്ക് പറഞ്ഞുതരാം. എൻ്റെ ഇങ്ങളെയും തുടക്കവും, ഇനി നമ്മളെ മടക്കും. ഒടുക്കല്ല, മടക്കം. ഒടുക്കെന്ന് പറയാൻ പറ്റില്ല, കാരണം മരണം എന്തല്ല, ഒടുക്കല്ല, അത് തുടർച്ചയാണ്. ഇസ്ലാമിൽ മരണത്തെക്കുറിച്ച് പറയുന്നത് ഒടുക്കാണെന്നല്ല, പിന്നെ തുടർച്ചയാണ് ശരിക്കും. ഇന്ന ഇലൈന ഇയാബഹും, അല്ലെ, അങ്ങോട്ട് മടങ്ങാനുള്ളതാണ്, നമ്മൾ പോവാനുള്ളതാണ്. എന്നിട്ട് പറയണം സുമ്മ ഇദാ ശാഅ അൻശറ, പിന്നെ അവൻ ഉദ്ദേശിക്കുമ്പോൾ എന്ത് ചെയ്യും? മനുഷ്യനെ ഉയർത്തെഴുന്നേൽപ്പിക്കും. രണ്ട് ഊത്തിന് ശേഷം അല്ലാഹു തആല ഒന്ന് നശിപ്പിക്കും, ലോകം മൊത്തം നശിപ്പിക്കും. രണ്ടാമത്തെ ഊത്തിന് ശേഷം ഉയർത്തെഴുന്നേൽപ്പിക്കും. എന്നിട്ട് റബ്ബ് ചോദിക്കാണ്, കല്ലാ ലമ്മ യഖ്ദി മാ അമറ, നിശ്ചയം അവനോട് അല്ലാഹു കൽപ്പിച്ചത് അവൻ നിർവഹിച്ചിട്ടില്ല. അവിടെയാണ് പോയിന്റ്. ഇത്ര ആയത്ത് വിശദീകരണങ്ങളൊന്നും ആവശ്യമില്ലാത്ത വിധം കാര്യങ്ങൾ ഈ ആയത്തൊന്ന് വ്യക്തമാണ്. അതിൽ ഒന്ന് രണ്ടെണ്ണം നമ്മൾ പ്രത്യേകം ഇമാം സഅദി എടുത്തു പറഞ്ഞത് മാത്രം പറയാം. സുമ്മ സബീല യസ്സറ, പിന്നീട് അല്ലാഹു ഇവന്, ഈ മനുഷ്യന് മാർഗത്തെ എളുപ്പമാക്കുകയും ചെയ്തു എന്ന് പറഞ്ഞാൽ, അതായത് യസ്സറ ലഹുൽ അസ്ബാബ ദീനിയത വ ദുനിയവിയ, ദുനിയാവികമായി മതപരവും ഭൗതികവുമായ കാരണങ്ങളെ അല്ലാഹു തആല അവന് എളുപ്പാക്കി കൊടുത്തു. വഹുദാഹു സബീൽ, ശരിയായ വഴിയിലേക്ക് നയിച്ചു. വബയ്യനഹു വംതഹനഹു ബിൽ അംരി വന്നഹി, കൽപ്പനകളും വിരോധങ്ങളും വ്യക്തമാക്കി കൊടുക്കുകയും അതുമൂലം പരീക്ഷിക്കുകയും ചെയ്തു. ഒറ്റ വാക്ക് പറഞ്ഞ ദുനിയാവിലും നാളെ ആഖിറത്തുക്കും വേണ്ട കാര്യങ്ങളൊക്കെ അല്ലാഹ് വ്യക്തമാക്കി തന്നു. ഇതിന് സമാനമായ ഒരാശയത്തിലുള്ള ഒരായത്തിനെ കാണാൻ പറ്റും. നമ്മൾ മുമ്പ് ഇവിടെ, എനിക്ക് തോന്നുന്നു ഇവിടെയാണോ ഇനി വേറെ ക്ലാസ്സിലാണെന്നറിയില്ല, അത് പറഞ്ഞു പോയിട്ടുണ്ട്. മനുഷ്യൻ നാശമടയട്ടെ എന്ന് പറഞ്ഞിട്ടാണ് അല്ലാഹു തആല ഇതൊക്കെ പറയണത്. എന്താണ് അവൻ അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങൾക്ക് ഇത്ര നന്ദി കെട്ടവനാകാൻ? ഹക്ക് വ്യക്തമായിട്ടും എത്ര ധിക്കാരമാണ് അവൻ സത്യത്തോട് കാണിക്കുന്നത്. എന്തുമാത്രം ഹൃദ്യമായ ലളിതമായ വിവരണങ്ങളാണ് അല്ലാഹു തആല പറയുന്നത്. ഒന്ന് ആന്തരികവും ബാഹ്യവുമായ മനുഷ്യൻ അല്ലാഹു തആല സംവിധാനിച്ച സംവിധാനത്തെക്കുറിച്ച് ഇങ്ങനെ പറയാം. വസ്തുക്കളിൽ ഏറ്റവും ദുർബലമായതിൽ നിന്നാണ് അവനെ സൃഷ്ടിക്കപ്പെട്ടത്. അതൊരു ദ്രാവകമാണ്. എന്നിട്ടിങ്ങനെ പറഞ്ഞു, അവന്റെ സൃഷ്ടിപ്പിനെ നിർണയിച്ചു, എന്നിട്ട് മനുഷ്യനായി കണക്കാക്കി സംവിധാനിച്ചു. അവന്റെ ഉള്ളും പുറവും ഉള്ള എല്ലാ നിലക്കും ഉള്ള സംഗതികളെ സുദൃഢമാക്കി, മതപരവും ഭൗതികവുമായ കാരണങ്ങളെ അവനെ എളുപ്പാക്കി കൊടുത്തു. ശരിയായ വഴിയിലേക്ക് അവനെ നയിച്ചു. കൽപ്പനകളും വിരോധങ്ങളും വ്യക്തമാക്കി കൊടുക്കുകയും അതുമൂലം പരീക്ഷിക്കുകയും ചെയ്തു. മൃഗങ്ങളുടെ, അതിനെ വിശദീകരിക്കാൻ നമുക്ക് കാണാൻ പറ്റും, മൃഗങ്ങളുടെ
മൃതശരീരങ്ങൾ ഭൂമിയിൽ മറവ് ചെയ്യപ്പെടാതെ കിടക്കുമ്പോൾ മനുഷ്യനെ മറവ് ചെയ്യപ്പെടുന്നതിലൂടെ അള്ളാഹു തആല അവനെ ആദരിച്ചു. അതും വല്ലാത്തൊരാധാരമാണ്. നിങ്ങളല്ലേ പട്ടിയും പോത്തൊക്കെ അങ്ങനെ കിടക്കുന്ന റോട്ടിൽ അങ്ങനെ മനുഷ്യന്മാർ കടന്നാ പോലും യാദൃശ്ചികമായിട്ട് കാണുന്നവൻ പിന്നീട് എന്ത് ചെയ്യും? കുഴി തോണ്ടിയിട്ട് അതിനകത്തേക്ക് എടുത്തത്. അതൊരു ആദരവാണ്. അല്ലാഹു അക്ബർ. പിന്നീട് അള്ളാഹു ഉദ്ദേശിക്കുമ്പോൾ പ്രതിഫലം നൽകുന്നതിന് വേണ്ടി മരണാനന്തരം അവനെ ഉയർത്തെഴുന്നേൽപ്പിക്കും. ഇങ്ങനെ മനുഷ്യനെ നിയന്ത്രിക്കുന്നതും ഈ രൂപത്തിൽ അവന്റെ കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്യുന്നതും ഏകനായ അള്ളാഹു മാത്രമാണ്. ഒരു പങ്കുകാരനും അവനില്ല. എന്നാൽ ഇങ്ങനെയൊക്കെ ആണെങ്കിൽ പോലും അള്ളാഹുവിന്റെ കൽപ്പന അവൻ നിറവേറ്റുന്നില്ല. അള്ളാഹു നിർബന്ധമാക്കിയ കാര്യങ്ങൾ നിർവഹിക്കുന്നുമില്ല. മറിച്ച് റബ്ബ് നൽകുന്ന നിർദ്ദേശങ്ങളിൽ വീഴ്ച വരുത്തിക്കൊണ്ടേയിരിക്കുന്നു. എന്നാണ് ശരിക്കും ഇമാം സഅദി പറഞ്ഞതിന്റെ ഒരു ചുരുക്കം. അല്ലാഹു അഅലം. എന്നാൽ മനുഷ്യൻ കാഫിറും ധിക്കാരിയുമായി ജീവിക്കുക വഴി അള്ളാഹുവിനോട് കാണിക്കുന്ന നന്ദികേടിന്റെ ഗൗരവം അതാണ് അല്ലാഹു തആല ഈ ആയത്തുകളിലൂടെ കൃത്യമായിട്ട് വിശദീകരിക്കുന്നത്. പിന്നീട് റബ്ബുൽ ഇസ്സത്ത് പറയുന്നത് മനുഷ്യനോട് അവൻ കഴിക്കുന്ന ഭക്ഷണത്തെപ്പറ്റി ചിന്തിക്കാൻ നിർദ്ദേശിക്കുന്നു. പല ഘട്ടങ്ങളിലൂടെ കടന്നു വന്ന ശേഷം എങ്ങനെയാണ് അത് അവനിലേക്ക് എത്തിയത് എന്നും അല്ലാഹു തആല പറയാണ്. ഇതാണ് നമ്മൾ നേരത്തെ പകുതി വെച്ച് നിർത്തിയത്. എന്താ? ഫൽയൻദുരിൽ ഇൻസാനു ഇലാ തആമി അന്നാ സബബ്നൽ മാഅ സബ്ബ ثم شققنا الأرض شقا فأنبتنا فيها حبا وعنبا وقضبا وزيتونا ونخلا وحدائق غلبا وفاكهة وأبا متاعا لكم ولأنعامكم. എന്തൊക്കെ കാര്യങ്ങൾ അല്ലാഹു പറഞ്ഞറിയോ? എന്നാൽ മനുഷ്യൻ അവന്റെ ഭക്ഷണത്തിലേക്കൊന്ന് തിരിഞ്ഞു നോക്കട്ടെ. നാം വെള്ളത്തെ ശക്തമായ നിലയിൽ ചൊരിച്ചു കൊടുത്തു എന്നത് അവൻ നോക്കട്ടെ എന്നാണ്. അള്ളാഹു മഴ വെള്ളം അള്ളാഹു നൽകി. പിന്നീട് സുമ്മ ശഖഖനൽ അർള ശഖ, പിന്നീട് ഭൂമിയെ നാം നന്നായിട്ടൊന്ന് പിളർത്തി. ഫഅംബത്നാ ഫീഹാ ഹബ്ബ, എന്നിട്ട് നാം അതിൽ സസ്യത്തെ ധാന്യത്തെ മുളപ്പിച്ചു. എന്തൊക്കെയാണത്? വഇനബൻ, പിന്നെ എന്തൊക്കെ ഉണ്ടെന്ന് പറയാണ്. വഇനബൻ മുന്തിരിയും, വഖളബൻ പച്ചക്കറിയും, വസൈത്തൂനൻ ഒലീവും, വനഖലൻ ഈന്തപ്പനയും, വഹദായിഖ തോട്ടങ്ങളും, ഉൽബ തിങ്ങിയ തോട്ടങ്ങളും, വഫാകിഹതൻ പഴവും, വഅബ്ബ മേച്ചിൽ പുല്ലും, മതാഅൻ ലക്കും ആർക്കാണത്? മതാ എന്ന് പറഞ്ഞാൽ ഉപയോഗത്തിനായിട്ട്, ലക്കും വലിഅൻആമിക്കും നിങ്ങൾക്കും നിങ്ങളുടെ കന്നുകാലികൾക്കും. ഈ ദുനിയാവിൽ നമ്മൾ കാണുന്ന സംവിധാനങ്ങളെ കുറിച്ച് ഒരു 4-5 ആയത്തിലായി അല്ലാഹു തആല ഹൃദ്യമായി പറഞ്ഞുതരാണ്. എന്തിനാണത്? ലക്കും വലിഅൻആമിക്കും, നിങ്ങൾക്കും നിങ്ങളുടെ കന്നുകാലികൾക്കും. ദിനങ്ങളിങ്ങനെ പിരിച്ചു നോക്കി അല്ലാഹു തആല ധാരാളമായി മഴയെ ഭൂമിയിൽ പെയ്യിക്കുന്നു. ചെടികൾ മുളക്കുന്നതിന് വേണ്ടി അവൻ ഭൂമിയെ പിളർത്തുന്നു. പിന്നീട് അതിൽ നിന്ന് സസ്യങ്ങൾ മുളപ്പിക്കുന്നു, ധാന്യങ്ങൾ മുളപ്പിക്കുന്നു. കൊതിപ്പിക്കുന്ന ഭക്ഷണങ്ങളിൽ നിന്നും ആസ്വാദ്യകരമായ വിഭവങ്ങളിൽ നിന്നും വ്യത്യസ്ത ഇനങ്ങൾ നൽകുന്നു. മുന്തിരിയും പച്ചക്കറിയും ഒലിവും ഈന്തപ്പനയും അടക്കം പറഞ്ഞതും പറയപ്പെടാത്തതുമായ ധാരാളം സംവിധാനങ്ങൾ അല്ലാഹു തആല, തോട്ടങ്ങൾ അല്ലാഹു തആല നൽകുന്നു. എത്രത്തോളം മനുഷ്യന് രസിക്കാവുന്ന ആസ്വദിക്കാവുന്ന പഴവർഗ്ഗങ്ങൾ. ഞാൻ എപ്പോഴും പറയലുണ്ട്, അത് ഇവിടെ തന്നെ നമ്മൾ എപ്പോഴും പറയുന്നുണ്ട്, നിങ്ങൾ ഒരു വട്ടെങ്കിലും സൗദി അറേബ്യയിലൊക്കെ പോകുമ്പോൾ, നമ്മൾ ഉംറക്കൊക്കെ പോകുമ്പോൾ, അല്ലാഹു തആല ഉംറ ചെയ്യാനുള്ള തൗഫീഖ് കിട്ടെ, പോകുമ്പോഴേ നിങ്ങൾ തായിഫിലൊന്ന് പോകണം. അത് യാത്രയുടെ ഭാഗമൊന്നല്ല, എന്നാൽ പോലും ഒന്ന് പോവാം. ഇപ്പം അത്ര 40 റിയാലോ 50 റിയാലോ എന്തോ തോന്നുന്നുണ്ട്. ഇപ്പൊ കൂടിക്കണം, എല്ലാം വില കൂട്ടിക്കണം. നമ്മൾ കുറച്ച് ആളുകളൊക്കെ ഉണ്ടെങ്കിൽ ഒരു വണ്ടി വിളിച്ചിട്ട് മേലെ പോയാൽ കുറേ കാര്യം കാണാനുണ്ട്. ഒന്ന്, അല്ലാഹു തആല ആയത്ത് കൊണ്ട് അനുഗ്രഹിച്ചൊരു രാജ്യം, അല്ലെങ്കിൽ അല്ലാഹു തആല പ്രത്യേകം പരാമർശിച്ചൊരു രാജ്യമാണ് ഖറിയത്തൈൻ എന്ന് പറഞ്ഞാൽ അതിലൊന്നാണ്. ഇബ്നു അബ്ബാസ് റളിയല്ലാഹുവിന്റെ പേരിലുള്ള വലിയൊരു പള്ളിയും തൊട്ടടുത്ത അദ്ദേഹത്തിന്റെ മഖബറയും അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ഖബറും അവിടെ സ്ഥിതി ചെയ്യുന്നു. അതിലപ്പുറത്തേക്ക് ഫ്രൂട്ട്സുകളുടെ പ്രകൃതി സുന്ദരമായ ഒരു ലോകവും അവിടെ നമുക്ക് കാണാൻ പറ്റും. ഫ്രൂട്ട്സ്, വ്യത്യസ്തമായ ഫ്രൂട്ട്സ്.
أكبر الله أكبر الله أكبر أشهد أن لا إله إلا الله أشهد أن لا إله إلا الله أشهد أن محمدا رسول الله أشهد أن محمدا رسول الله حي على الصلاة حي على الصلاة حي على الفلاح حي على الفلاح الله أكبر الله أكبر لا إله إلا الله അപ്പൊ നമ്മൾ പറഞ്ഞു വന്നത് അങ്ങനത്തെ ചില പ്രദേശത്തൊക്കെ ചെന്നാൽ ഈ ഫ്രൂട്ട്സിന്റെ വൈവിധ്യങ്ങൾ നമുക്ക് കാണാൻ പറ്റും എന്ന് പറയാനും കൂടിയാണ്. എന്നിങ്ങനെ എണ്ണിയാൽ തീരാത്ത ധാരാളക്കണക്കിന് നിഅമത്തുകൾ അല്ലാഹു തആല നമുക്ക് തരാണ്. എന്നിട്ടും ഇതൊക്കെ കിട്ടിയ മനുഷ്യൻ അള്ളാഹുവിന്റെ കൽപ്പനകൾ നിറവേറ്റാനോ അള്ളാഹുവോട് നന്ദി കാണിക്കാനോ തയ്യാറാകുന്നില്ല എന്നുള്ളതാണ്. അങ്ങനെ നന്ദികേട് കാണിക്കുന്നതിന്റെ ദുരന്ത ഫലം, അതനുഭവിക്കേണ്ടി വരുന്ന ഒരു ഭയങ്കര ഘട്ടത്തെ പറ്റി, മനുഷ്യന്റെ മുന്നിൽ വരാനുള്ള ഒരു ലോകത്തെ പറ്റിയാണ് തുടർന്നുള്ള വചനങ്ങൾ അല്ലാഹു തആല വിവരിക്കുന്നത്. ഇത് അല്ലാഹു പറഞ്ഞറിയോ, فإذا جاءت الصاخة يوم يفر المرء من أخيه وأمه وأبيه وصاحبته وبنيه لكل امرئ منهم يومئذ شأن يغنيه. എന്നാൽ ചെകിടടപ്പിക്കുന്ന ശബ്ദം വന്നാൽ, അതായത് മനുഷ്യൻ തന്റെ സഹോദരനെ വിട്ട് ഓടിപ്പോകുന്ന ദിവസം, തന്റെ ഉമ്മയെയും ഉപ്പയെയും വിട്ട് ഓടിപ്പോകുന്ന ദിവസം, തന്റെ ഇണയെയും മക്കളെയും വിട്ട് ഓടിപ്പോകുന്ന ദിവസം, അവരിൽപ്പെട്ട ഓരോ മനുഷ്യനും തനിക്ക് മതിയാകുന്നത്ര വിഷയം വന്നുണ്ടായിരിക്കും. അല്ലാഹു അക്ബർ. എല്ലാരും കാണുമ്പോൾ ഓടിപ്പോകും. ഇന്നിപ്പോ നമ്മൾ ഓടുന്നത് എന്തിനാ? എല്ലാവർക്കും വേണ്ടിയിട്ടാണ്. നാളെ അവരെ കാണുമ്പോൾ ഓടിപ്പോകുന്നത്. കാണാത്തോണ്ടല്ല, യുബസ്സറൂനഹും, കാണിക്കപ്പെടും. എന്നിട്ട് പറയാം, ലാ യവദ്ദുൽ മുജ്രിമു ലൗ യഫ്തദി മിൻ അദാബി യൗമിഇദിൻ ബിബനി വസാഹിബതിഹി വഅഖി വഫസീലതിഹി അല്ലതി തുവി വമൻ ഫിൽ അർളി ജമീഅൻ സുമ്മ യുൻജി. ഈ ആയത്തിന്റെ നേരെ താഴെ കൊണ്ടുവെക്കേണ്ടതാണ് ആയത്തുകൾ. നല്ല ബന്ധമാണ്, ഒരേ ആശയങ്ങളാണ്. ഇതിനെ വിവരിക്കുന്നിടത്ത് ഇമാം സൗദി അറേബ്യയിലെ ഒരു പറ്റം പണ്ഡിതന്മാർ ഒരുമിച്ച് എഴുതിയ ഒരു തഫ്സീറാണ് തഫ്സീർ മുഖ്തസർ. നമ്മൾ ആദ്യം പഠിക്കുമ്പോൾ തൊല്ലാബുൽ ഇൽമിന് കൊടുക്കുക മുഖ്തസർ തഫ്സീർ അല്ലെങ്കിൽ തഫ്സീർ മുയസ്സർ. അത് കഴിഞ്ഞാൽ പിന്നെ ഇമാം സഅദിയുടെ തഫ്സീർ. അങ്ങനെയാണ് മേലക്ക വരിക.
ഒരു തർത്തീബുണ്ട് അവിടെയൊക്കെ. ഇതിൽ മുഖ്തദർ തഫ്സീൽ കാണാം, ഫഇദാ ജാഅത്തി സ്വയ്ഹത്തുൽ അളീമത്തുല്ലത്തി തസുഖുൽ അദാൻ ആദാൻ വഹിയ അന്നഫഖത്തു ഥാനിയ. എന്നാൽ ചെകിടടപ്പിക്കുന്ന ഉച്ചത്തിലുള്ള അട്ടഹാസം വന്നു കഴിഞ്ഞാൽ എന്ന് പറഞ്ഞാൽ അതെന്താണ്? അന്നഫഖത്തു ഥാനിയ, കാഹളത്തിലുള്ള രണ്ടാമത്തെ ഊത്താണ്. നമ്മൾ മുമ്പ് പഠിച്ചിട്ടുണ്ട് ഈ സൂറത്ത്, ഇതല്ല ഈ ആശയം മുമ്പ് പഠിച്ചിട്ടുണ്ട് പലതവണ. രണ്ട് ഊത്തിനെ കുറിച്ച്, ആ രണ്ട് ഊത്തിനുള്ള ഖുർആൻ ഉപയോഗിച്ച പേരുകളെ കുറിച്ചൊക്കെ. അന്ത്യനാളിൽ സംഭവിക്കുന്ന കാഹളമൂത്തിനെ പറ്റിയാണ് ഇവിടെ സ്വാഹത്ത്, ഉഗ്രത നിമിത്തം ചെകിട് പൊട്ടി കേൾവി നഷ്ടപ്പെടുമാറുള്ള ഭയങ്കര ശബ്ദം എന്ന് വിശദീകരിക്കപ്പെട്ടത്. അതായത് ഇമാം സഅദി പറയാണ്, ഇത് പറഞ്ഞ് കഴിഞ്ഞു, ഏകദേശം അവസാനിക്കാനായി. ഇദാ ജാഅത്ത് സ്വയ്ഹത്തുൽ ഖിയാമ അല്ലത്തി തസുഖു ലിഹൗലിഹാ അൽഅസ്മാ വതൻസഇജു ലഹാ അൽഅഫ്ഇദതു യൗമഇദിൻ മിമ്മാ യറന്നാസു മിനൽ അഹ്വാലി വശിദ്ദത്തിൽ ഹാജതി ലിസാലിഫിൽ അഅമാൽ. ഭീകരതയാൽ ചെവികളിൽ അലയടിക്കുന്ന ഖിയാമത്തിന്റെ അന്ത്യനാളിന്റെ ഘോരശബ്ദം വന്നാൽ അന്നേ ദിവസം ജനങ്ങൾ കാണുന്ന ഭയാനകതകളാലും കർമ്മങ്ങളിലേക്കുള്ള ആവശ്യത്താലും ഹൃദയങ്ങൾ പേടിച്ചു വറക്കുന്നതാണ്. മനുഷ്യർ പരസ്പരം വിട്ടോടിപ്പോകുന്നതാണ്. എത്രത്തോളം വെച്ചാൽ യഫിറുൽ മർഉ മിൻ അഅസ്സന്നാസി ഇലൈഹി വഅശ്ഫഖിഹിം അലൈഹി മിൻ അഖീഹി വഉമ്മിഹി വഅബീഹി വസാഹിബതി ഐ സൗജതിഹി വബനി വദാലിക ലിഅന്നഹു ലികുല്ലി ഇംറിഇൻ മിൻഹും യൗമഇദിൻ ശഅനു യുഗ്നി. അങ്ങനെ പറഞ്ഞാൽ ഖദ് ശഗലത്ഹു നഫ്സുഹു വഹ്തമ്മ ലിഫികാകിഹാ വലം യകുൽ ലഹു ഇൽതിഫാത്തുൻ ഇലാ ഗൈരിഹാ. ജനങ്ങളിൽ നിന്ന് തനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടവരിൽ നിന്ന് വാത്സല്യമുള്ളവരിൽ നിന്നൊക്കെ ഓടിപ്പോകും. അതായത് മനുഷ്യൻ തൻ്റെ സഹോദരനെ വിട്ട്, ഉമ്മാനെ വിട്ട്, വാപ്പാനെ വിട്ട്, ഭാര്യയെ വിട്ട്, മക്കളെ വിട്ടൊക്കെ ഓടിപ്പോകും. നിങ്ങളുടെ ആലോചിക്ക്, നമ്മളിങ്ങോട്ട് വന്നത് നമ്മളെ കുടുംബമായിട്ട് തന്നെ ആയിരിക്കാം. തിരിച്ചു പോകുമ്പോൾ നമ്മൾ ഒറ്റക്കാണ് പോയ ആൾക്കാരെന്താ പറയാ? പിന്നെ ഒരാഴ്ചക്ക് സൂര്യണ്ടാവില്ല അല്ലേ? എന്നാൽ ഇത്രയും കഷ്ടപ്പെട്ട് ഒരു കോഴി, തൻ്റെ തള്ളക്കോഴി തൻ്റെ കുഞ്ഞിനെ ചിറകിനടിയൊക്കെ പിടിച്ച് മാതിരി ഞാൻ നിങ്ങൾ മരിക്കണവരെ ഇങ്ങനെ കൊണ്ടിടന്നിട്ട് പോറ്റി നമ്മളെ മക്കളില്ലേ, ആ മക്കൾ നമ്മളെ കാണുമ്പോൾ ഓടും, നമ്മൾ മക്കളെ കാണുമ്പോൾ ഓടുന്നാണ്. എന്തായിരിക്കും ആ ലോകത്തിന്റെ ഒരു അവസ്ഥ? അതാണ് ഖിയാമത്ത്. നാളെ മഹ്ശറയിലെ സ്ഥിതിവിശേഷങ്ങൾ അതാണ്. അങ്ങനെ ചെയ്യാൻ കാരണം എന്താ അറിയോ? ലികുല്ലി ഇംറിഇൻ മിൻഹും യൗമഇദിൻ ശഅനു യുഗ്നി. ഇന്ന് ഈ ദുനിയാവില് നിസ്കാരം പോലും മാറ്റിവെച്ചത് കുടുംബത്തിന് വേണ്ടിയാ. ഇബാദത്തുകൾ ഒഴിവാക്കിയത് കുടുംബത്തിന് വേണ്ടിയാ. ഒരു 2 പേജ് ശരിക്കൊന്നിരുന്ന് ഖുർആൻ ഓതാൻ ഒരു സ്ത്രീക്ക് കഴിയാതെ പോയത് തന്റെ കുഞ്ഞിന്റെ പേരിലാ. നേരവണ്ണം നോമ്പ് നോൽക്കാതെ 2 വർഷം മുല കൊടുക്കണമെന്ന ധാരണയിൽ കുഞ്ഞിന് മുല നഷ്ടപ്പെട്ടേക്കുമോ എന്ന് പോലും കരുതി സുന്നത്ത് നോമ്പുകളെ പോലും മാറ്റിവെച്ചത് തന്റെ കുഞ്ഞിന് വേണ്ടിയാ. അവസാനം ഈ കുഞ്ഞിനെയും ഈ ഭാര്യയും ഈ ഭർത്താവിനെയും ഈ ബാപ്പനെയും ഉമ്മനെയൊക്കെ വിട്ടിട്ട് ഒറ്റക്കായി പോകുന്നൊരു ദിവസം. അങ്ങനെ ചെയ്യാൻ കാരണം വെച്ചാല് അവരിൽപ്പെട്ട ഓരോ മനുഷ്യനും തനിക്ക് മതിയാകുന്നത്ര വിഷയം അന്നുണ്ടായിരിക്കുന്ന ഒരുത്തന്റെ കാര്യം നോക്കാൻ ഒരാൾക്കും കഴിയില്ല. കാരണം എന്താ അറിയോ? നബിമാര് പോലും പറയും നഫ്സി നഫ്സി എന്ന്. പിന്നെ നമ്മളെ കാര്യം പറയണ്ടോ? അവന്റെ കാര്യത്തിൽ തന്നെ വ്യാപൃതനായിരിക്കുന്നതാണ്. വലം യകുല്ലഹു അൽതിഫാത്തുൻ ഇലാ ഗൈരിഹാ. എത്രത്തോളം വെച്ചാൽ വഹ്തമ്മ ലിഫികാകിഹാ വലം യകുല്ലഹു ഇൽതിഫാത്തു ഇലാ ഗൈരിഹാ. അവന്റെ കാര്യത്തിൽ തന്നെ വ്യാപൃതനായിരിക്കും. സ്വന്തത്തെ മോചിപ്പിക്കലാണ് അവന് പ്രധാനം എന്നാണ്. മറ്റൊന്നിലേക്കും തിരിയാൻ അവന് കഴിയില്ല. നിങ്ങൾ ആലോചിച്ചേ, പരലോകത്ത് എന്നാൽ നഫ്സിനെ മോചിപ്പിക്കലാണ് പ്രധാനം എന്ന് ബോധ്യമാവും. ശരിക്കും ഇവിടുന്ന് തന്നെ ബോധ്യായാലല്ലേ നമ്മൾ രക്ഷപ്പെടുക. അതാണ് ഖൂ അൻഫുസകും വഅഹ്ലികും നാറ. നമ്മളും രക്ഷപ്പെടണം. നമ്മുടെ നാടൻ വർത്തമാനം പറഞ്ഞാൽ നമ്മളും കഴിച്ചിലാകണം, നമ്മളെ കുടുംബവും കഴിച്ചിലാകണം. അള്ളാഹു രക്ഷപ്പെടുത്തുമാറാകട്ടെ. ലികുല്ലി വാഹിദിൻ മിൻഹും മാ യുശ്ഇലുഹു അനിൽ ആഖരി മിൻ ശിദ്ദത്തിൽ കർബി ഫി ദാലികൽ യൗം. മറ്റൊരു തഫ്സീർ ഇങ്ങനെ കാണാം. ആ ദിവസത്തിലെ പ്രയാസത്തിന്റെ കാഠിന്യത്താൽ ഓരോ മനുഷ്യനും മറ്റുള്ളവരെ കുറിച്ച് ശ്രദ്ധിക്കാൻ സാധിക്കാത്തവണ്ണം സ്വന്തം വിഷയങ്ങൾ തന്നെ ഉണ്ടായിരിക്കുന്നതാണ്.
എന്നാൽ മറ്റൊരു വിഭാഗത്തെ അള്ളാഹ് പറഞ്ഞു, അള്ളാഹിനോട് കൂറും ഭക്തിയും പുലർത്തി വന്നവർ, അവർ നന്ദി കെട്ടവരും ധിക്കാരം കാട്ടിക്കൊണ്ടിരിക്കുന്നവരും പോലെയല്ല. രണ്ടുപേരും ഒരുപോലെ ഒരിക്കലാവില്ല. അതാണ് അള്ളാഹ് അടുത്ത വാക്കിൽ പറഞ്ഞത്. അവസാനിപ്പിക്കാണ്. വജൂഹു യൗമഇദിൻ മുസ്ഫിറ ضاحكة مستبشرة ووجوه يومئذ عليها غبرة ترهقها قترة أولئك هم الكفرة الفجرة وجوه يومئذ مسفرة. അന്ന് ചില മുഖങ്ങൾ പ്രസന്നതയുള്ളവയായിരിക്കും. ലാഹികത്തുൻ മുസ്തബ്ശിറത്തുൻ, ചിരിക്കുന്നവയും സന്തോഷം കൈക്കൊള്ളുന്നവയും. മൗസാദി വരാണ് ഫഹീന ഇദിൻ യൻഖസിമുൽ ഖൽഖു ഇലൽ ഫരീഖൈൻ. അന്നേരം പരലോകത്ത് മനുഷ്യർ രണ്ടായി വേർതിരിയും. സുഅദാഉ വഅശ്ഖിയാഉ, സൗഭാഗ്യവാന്മാരും ദൗർഭാഗ്യവാന്മാരും. ഫഅമ്മ സുഅദാ ഫവുജൂഹുഹും യൗമഇദിൻ മുസ്ഫിറ, സൗഭാഗ്യവാന്മാരുടെ മുഖമാണ് പ്രസന്നതയുള്ളത്. ഐ ഖദ് ലഹറ ഫീഹാ അസ്സുറൂറു വൽ ബഹജ ബിമാ അറഫു മിൻ നജാതിഹിം വഫൗസിഹിം മിനൻ നഈം ലാഹികത്തുൻ മുസ്തബ്ശിറ. സുഖാനുഗ്രഹം നേടി വിജയിച്ചതിലും തങ്ങളുടെ രക്ഷയറിഞ്ഞതിലുമുള്ള സന്തോഷവും ശോഭയും ആ മുഖത്ത് പ്രകടമാകും. അതാണ് ലാഹികത്തുൻ മുസ്തബ്ശിറ, ചിരിക്കുന്നതും സന്തോഷം കൊള്ളുന്നതുമായ ചില മുഖങ്ങൾ. അതാണ് മറ്റൊരായത്തിൽ തഅരിഫു ഫീ വുജൂഹിഹിം നളറത്തൻ നഈം എന്ന് അല്ലാഹു തആല പറഞ്ഞത്. എത്രത്തോളം അറിയോ? ലാഹികത്തുൻ ഫരീഹത്തുൻ ബിമാ അഅദ്ദല്ലാഹു ലഹാ മിൻ റഹ്മതിഹി. അല്ലാഹു അവർക്ക് വേണ്ടി അവന്റെ കാരുണ്യത്തിൽ നിന്ന് ഒരുക്കി വെച്ചിട്ടുള്ള അനുഗ്രഹങ്ങൾ കാരണത്താൽ ആ മുഖങ്ങൾ ചിരിയും സന്തോഷവും നിറഞ്ഞു നിൽക്കുന്നതായിരിക്കും. അല്ലാഹു അക്ബർ. അല്ലാഹു ആ മുഖങ്ങളുടെ ഉടമകളാക്കി അത്തരം മുഖമുള്ളവരാക്കി നമ്മെ സ്വീകരിക്കുമാറാകട്ടെ. ഇനി പറയുന്നുള്ള കാക്കട്ടെ, എന്തറിയോ? വവുജൂഹു യൗമഇദിൻ അലൈഹാ ഗബറ. വേറെ ചില മുഖങ്ങളുണ്ട്, അന്ന് പൊടി പുരണ്ടിരിക്കും. തർഹഖുഹാ ഖതറ, അവരെ കൂരിട്ട് മൂടിയിരിക്കും. ഉലൈക ഹുമുൽ കഫറത്തുൽ ഫജറ, അവരാണ് അവിശ്വാസികളും അധർമ്മകാരികളുമായിട്ടുള്ളവർ. ഇമാം സഅദി പറയാണ് വവുജൂഹുൻ അൽ അശ്ഖിയ, ദൗർഭാഗ്യന്മാരുടേത് അന്ന് കൂരിട്ട് മൂടിയിരിക്കും. യൗമഇദിൻ അലൈഹാ ഗബറത്തുൻ തർഹഖുഹാ ഐ തഗ്ശാഹാ ഖതറത്തുൻ ഫഹിയ സൗദാഉ മുദ്ലിമത്തുൻ മുദ്ലഹിമ്മത്തുൻ ഖദ് ഐസത് മിൻ കുല്ലി ഖൈർ വഅറഫത് ശഖാഅഹാ വഹലാകഹ. അതായത് ദൗർഭാഗ്യവാന്മാരുടേത് അന്ന് പൊടി പുരണ്ടിരിക്കും, അതിനെ മൂടിയിരിക്കും. എന്ത്? കൂരിട്ട് മൂടിയിരിക്കും, കറുത്ത കൂരിട്ട്. നന്മകളില്ലാതെ നിരാശപ്പെടുകയും തൻ്റെ നാശവും ദൗർഭാഗ്യവും തിരിച്ചറിയുകയും ചെയ്ത് നിമിത്തുന്നു. കാരണം എന്താ? അള്ളാന്റെ മുന്നിൽ രക്ഷപ്പെടാൻ ഒരു ഖൈറും അവൻ്റെ അടുത്തില്ല. എന്നിട്ട് അവരെക്കുറിച്ച് മസാദി പറഞ്ഞു, അക്കൂട്ടർ ഇവിടെ വിശേഷിപ്പിക്കപ്പെട്ടവർ ഉലൈക അല്ലദീന ബിഹാദൽ വസഫ്ന, ഈ വിശേഷണങ്ങളുള്ളവരാരാണ്? ഉമുൽ കഫറത്തുൽ ഫജറ, കാഫിരിങ്ങളും ഫാജിരിങ്ങളുമാണ്. അള്ളാന്റെ നിഅമത്തുകളെ നിഷേധിക്കുകയും അവന്റെ ആയാത്തുകളെ കളവാക്കുകയും അവൻ ഹറാമാക്കിയത് പ്രവർത്തിക്കാൻ ധൈര്യപ്പെടുകയും ചെയ്തവർ. അതാണ് കഫറത്തുൽ ഫജറ. അല്ലാഹു തആല നമ്മളെ ഈ പറഞ്ഞ ലലാലത്തിന്റെ ആളുകളിൽ നിന്ന് കാത്തുരക്ഷിക്കുമാറാകട്ടെ. റബ്ബിന്റെ റഹ്മത്ത് കൊണ്ട് അല്ലാഹു നമ്മളൊക്കെ രക്ഷപ്പെടുത്തുമാറാകട്ടെ. ഇത് ശരിക്കും സത്യം പറഞ്ഞാൽ ആഴ്ചകളോളം എടുക്കാൻ മാത്രം വിശാലമായ ചർച്ചയാണ്. അതിനിടയിൽ പല ബാബുകളായി പല വിഷയങ്ങളായി വേർതിരിഞ്ഞു പോകുന്ന ഒരു വലിയ സബ്ജക്റ്റാണ് നമ്മളൊരു ക്ലാസ്സിൽ ഒതുക്കിയത്. അതിൻ്റെ ഒരു ചുരുങ്ങിയ ഒരു മുലഹസായ ഒരാശയം സംക്ഷിപ്തം മാത്രം ലഭിക്കണമെന്ന നിലക്കാണ്. അല്ലാഹു തആല അവൻ്റെ ഖുർആനും തിരുസുന്നത്തും അഥവാ ഇൽമു ശറഅ് അത് നേടി അതനുസരിച്ച് അമൽ ചെയ്ത് അത് മറ്റുള്ളവരൊക്കെ എത്തിച്ച് അങ്ങനെ റബ്ബ് തൃപ്തിപ്പെട്ട ഒരു ജീവിതം നയിക്കാൻ അല്ലാഹു നമുക്കൊക്കെ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. اللهم ارحمنا بالقرآن اللهم ارحمنا بالقرآن اللهم ارحمنا بالقرآن اللهم صل وسلم على نبينا محمد. كفارة المجلس. سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك.